ഒരിടവേളയ്ക്ക് ശേഷം പഴയ പോലൊരു യാത്ര. ഇവിടെ നോ ലിമിറ്റേഷൻസ്, നോ ടൈം റെസ്ട്രിക്ഷൻസ്, നോ ബഡി ടു ബോദർ. ഇവിടെ ഞാനും എൻ്റെ ബൈക്കും ഞാൻ കാണുന്ന കാഴ്ചകളും മാത്രം. മഴയറിഞ്ഞ്, മഞ്ഞറിഞ്ഞ്, കാടറിഞ്ഞ് തനിച്ചുള്ള യാത്രകൾ ഒരുപാട് മിസ് ചെയ്തിരുന്നു. നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിച്ച പല കാര്യങ്ങളും എവിടെയൊക്കെയോ ബാക്കിയുണ്ടായിരുന്നു എന്നതാണ് സത്യം. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഞാൻ നമ്മുടെ ബൈക്കുമായിട്ട് വീണ്ടും ഇറങ്ങിയേക്കുവാണ്. മൂന്നാർ സൈഡിലേക്കാട്ടോ പോകുന്നത്. നമ്മുടെ ബൈക്ക് ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. മൂന്നാർ മറയൂർ അതൊക്കെ പോണേ ഒരു ചെറിയ പരിപാടി ഉണ്ട്. ഞാൻ പോകുന്ന വഴി ബാക്കി ഡീറ്റെയിൽസൊക്കെ പറയാം. അപ്പോൾ അതെ, നമ്മുടെ നേര്യമംഗലം കഴിഞ്ഞ് കോട കണ്ടപ്പോഴത്തേക്കൊന്ന് ചവിട്ടിയതാട്ടോ. അപ്പോൾ അതുമില്ലാണ്ട് ഇവിടെ കുറേ നാളെ ഇവിടെ ഇങ്ങനെ കോട കണ്ടിട്ട് അപ്പം അങ്ങനെ നിർത്തിയതാണ്. എന്നാലേ നമുക്ക് പതിയെ അങ്ങോട്ട് വിട്ടാലോ. എന്തായാലും കോട കണ്ടിട്ട് നിർത്തിയത് ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ നിർത്തിയിട്ടുണ്ട്. എല്ലാവരും കോട കണ്ടപ്പോഴത്തേക്ക് ആ ഒരു ഉറക്കമൊക്കെ മാറി അങ്ങോട്ട് ഓണായേക്കുവാണ്. ഇതേ നമ്മുടെ ടിപ്പിക്കൽ ആന വണ്ടി, കുങ്കി ആന വർക്ക്ഷോപ്പ് ആൻ അല്ലേ, അടിപൊളി. അപ്പോൾ ഞാനേ ബൈക്കിൽ കുറച്ച് സാധനങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു, ഞാൻ മുന്നേ പറഞ്ഞു. ഇതേ നമ്മുടെ ടോപ്പ് ബോക്സ് മാറിയിട്ട് ടോപ്പ് ബോക്സ് ആക്കിയിട്ടുണ്ട്. പോപ്പിലായിരിക്കില്ലേ? ഓക്കെ, സെറ്റാണ്. നമ്മുടെ ബാൻഡിഡോസിൽ നിന്ന് തന്നെ കേട്ടോ. ഞാനിപ്പോൾ ഏത് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിലും ബാൻഡിഡോസിൽ നിന്ന് എടുക്കുക, കാരണം നമുക്ക് വിശ്വസിച്ചെടുക്കാമല്ലോ. ഞാൻ കുറച്ച് ഷോർട്ട്സ് ആയിട്ടൊക്കെ കാണിക്കുന്നത്. ഞാനിനി മെയിൻലി കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഏത് ഭാഗമെന്നറിയോ, നമ്മുടെ പോകുന്ന റൂട്ടൊരു ഡിഫറെൻറ്റ് റൂട്ടാണ്. ആരും പോകാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ പോവാം. എന്താ അല്ലേ, അടിപൊളി ക്ലൈമറ്റ്. കുറേ നാളായി കോടയെ കണ്ടിട്ട്. നമുക്കൊന്ന് വിട്ടാലോ. സീനല്ലേ കോട സീനാണല്ലേലും. ഈ ഒരു ഭാഗത്തെ കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയ കുഴിയാണ്. അത് പോത്തേയില്ല. അതെന്തങ്ങനെ? ഞാനീ പറയുന്നതേ ചിലപ്പോൾ ക്ലിയർ ആണോ എന്നറിയില്ല. ഞാൻ ഈ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് മോട്ടോക്രോസാണ്, അഡ്വഞ്ചർ ഹെൽമെറ്റ് ആയത് കാരണം ഈ കാറ്റ് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ ഉച്ചത്തിൽ തന്നെയാണ് പറയാൻ ട്രൈ ചെയ്യുന്നത്. KSRTC കയറി വരല്ലേ, ഭാഗ്യം. വൻകുഴികളാണല്ലോ. എന്താണേലും കോട വന്നങ്ങോട്ട് ഉഷാറായിട്ട സാധനം. എന്താ മൂട്. കുറേ നാളായില്ലേ നമ്മളിങ്ങനെ സംസാരിച്ച് പോയിട്ട്. ഞാനേ നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു സിറ്റുവേഷനും നോക്കിയിട്ട്, അതായത് ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ മാത്രമേ എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ സംസാരിച്ച് വീഡിയോസൊക്കെ എടുത്ത് പോവാം. ഞാനിപ്പോൾ പോകാൻ പോണത് എൻ്റെ ലൈഫിലേക്ക് ഞാൻ എന്താ പറയുക, ഇത് ഇനി ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, പക്ഷെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ആയിരുന്നില്ല എൻ്റെ ആഗ്രഹം. ഇതിപ്പോൾ ഒറ്റയ്ക്ക് പോകണമെന്നേ ഉള്ളൂ. ഞാൻ പോകാൻ പോകുന്നത് ഒരു അടിപൊളി പരിപാടിയിലേക്കാണ്. ഞാൻ പോകുന്ന ഇന്നത്തെ സ്റ്റേ വേറെ ലെവൽ സ്റ്റേ ആണ്. നിങ്ങൾ എന്നെ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കാറ്റ് പിടിക്കുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യണമെങ്കിൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോണ വഴിക്ക് പറയാം. നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകൾ കണ്ട് പോകാം കേട്ടോ. അയ്യോ, നല്ല മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പായിട്ട് നിൽപ്പുണ്ട്. നല്ല വിശപ്പായിട്ടുണ്ട്. ഞാനേ കുറേ നാളായിട്ട് തന്നെ വ്ളോഗ് ചെയ്തിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വെള്ളിത്തര വിളിച്ച് പറയണമെന്ന് എനിക്കറിയില്ല. മോനെ കാണണ്ടോ നിൽക്കണോ പഞ്ഞിക്കെട്ടെടുത്ത് വെച്ച പോലെ? ശരിക്കും പഞ്ഞിക്കെട്ടെടുത്ത് വെച്ച പോലെയാണോ? അല്ല, ശരിക്കും പഞ്ഞിക്കെട്ടെടുത്ത് വെച്ചേക്കാണോ? അയ്യോ, അടിപൊളിയല്ലേ, സെറ്റായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ കോടയുടെ ഉള്ളി കൂടി കയറിയിട്ട് നേരെ നമുക്ക് മൂന്നാർ കയറാം. എന്താണെങ്കിലും വാം വെൽക്കമിങ് അല്ലേ? ഇതാണ് ഞാൻ കണ്ടക്കിനാ ശരി. അല്ലാണ്ട് തിരക്കിൻ്റെ ഇടയിലും ബ്ലോക്കിൻ്റെ ഇടയിലും പെട്ട് കിടക്കുന്ന മൂന്നാറിനെ അല്ല എനിക്ക് കാണേണ്ടത്. എന്താണ് അടിപൊളി. സോ ഫാർ സോ ഗുഡ്. ഞാനേ താറിലോട്ട് മാറിയിട്ട് പിന്നെ എനിക്ക് ബൈക്കിൽ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. ബൈക്കിലും വ്ളോഗ് ചെയ്യണില്ല, താറിലും വ്ളോഗ് ചെയ്യണില്ല. എനിക്ക് യൂട്യൂബ് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ചേച്ചി എങ്ങനെയാണോ? പിന്നെ
ഇന്ന് ഓണം, നാളെ തിരുവോണം. ആ ദിവസമാണ് ഞാൻ എൻ്റെ ബൈക്ക് എടുത്ത് ഇറങ്ങിയേക്കണേ. കാരണം വേറൊന്നുമല്ല, അച്ഛനും വീട്ടിലില്ല. അച്ഛൻ ഓണം കണക്കാക്കി പോയേക്കാ നമ്മുടെ മണാലിക്ക്. ഇതല്ലേ ലൈഫ് തന്നെ. അപ്പോഴേ നമ്മുടെ നേര്യമംഗലം പാലം, ഈ നേര്യമംഗലം പാലം ഓർമ്മകളാകാൻ ഇനി വലിയ താമസമൊന്നുമില്ല. കാരണം എന്താ പോയേ, ഇപ്പോഴത്തെ തന്നെ വേറെ പാലം പണിയുന്നുണ്ട്. ഞാൻ വികാരത്തെക്കാൾ കൂടുതൽ നമ്മുടെ പ്രാക്ടിക്കാലിറ്റീനെയാണ് ഞാൻ നോക്കുന്നത്. ഓ, നേര്യമംഗലം പാലത്തിൽ ഒരാളും ഇല്ല. അടിപൊളി ഫ്രെയിം കണ്ടുണ്ടോ നിങ്ങളിങ്ങനെ? ഇങ്ങനെ കാണണമെങ്കിൽ വല്ലപ്പോഴേ കിട്ടുള്ളൂ. കാരണം ഇത് വെറുതെ ബ്ലോക്കല്ലേ. അപ്പോൾ ആ ബ്ലോക്കൊക്കെ ഒഴിവാണെങ്കിൽ നമ്മളിങ്ങനെ ആൾക്കാരെന്തോരം വരുന്ന സ്ഥലമാണ്. അപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കണ്ടേ. കോടയുണ്ട് കേട്ടോ. കാട്ടിൽ കോട കാണാൻ പ്രത്യേക ഭംഗിയാണ്. യുനോ, ഞാൻ എന്തായാലും ഇവിടെ നിന്നുള്ള ഷോർട്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങളെ കാണിക്കണില്ല. ഞാൻ മേളിലെത്തിയിട്ട് ഞാൻ ഇന്ന് പോകുന്ന റൂട്ട് ഞാൻ ഇതുവരെ യൂട്യൂബിൽ ആഡ് ചെയ്തിട്ടില്ല. എന്താണേലും ഈ റൈഡിൽ ഞാൻ ആ റൂട്ടും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്യും. ഇതിപ്പോൾ നോർമലി റൂട്ട് നമ്മുടെ ചീയപ്പാറയൊക്കെ പാസ് ചെയ്ത് ഞാൻ അതൊന്നും വീഡിയോയിൽ കാണിക്കില്ല. അതൊക്കെ കാണിച്ച് എന്തിനല്ലേ, നമ്മളിപ്പോഴും സ്ഥിരം കാണുന്ന സംഭവങ്ങളല്ലേ. നമുക്ക് നേരെ ചീയപ്പാറ കഴിഞ്ഞ് വളറ കഴിഞ്ഞിട്ട് മച്ചിപ്ലാവുണ്ട്. മച്ചിപ്ലാവ് നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മളൊരു റൂട്ട് പിടിക്കും. ആ റൂട്ടാണ് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് ആൻഡ് ഇന്നത്തെ സ്റ്റേ. നമുക്ക് എന്താ പറയുക, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ബാക്ക് ടു മൈ ബൈക്ക്. ഞാൻ ഇത് ആക്ച്വലി സെല്ല് ചെയ്യാനൊക്കെ ഉള്ള മൈൻഡിലായിരുന്നു. കാരണം ആകെ മൊത്തത്തിൽ എന്തോ ഒരു ശോകം മൂകും ആ ഒരു സീനായിരുന്നു. അതുകൊണ്ടാട്ടോ. എന്താണേലും ഇവൻ കാരണമല്ലേ നമ്മളിങ്ങനെ പരിചയപ്പെടണം, നമ്മളിങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഈ ഒരു ബൈക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അവിടെ നിന്നൊരു സാധനം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആ വീതിയുള്ള ഉള്ളതല്ലേ, വളഞ്ഞു പോക്കോളും. ആന വരുന്നു, ആന. ഓക്കെ, ഇവിടെ നിർത്തിയിട്ട് ചെറിയൊരു പണിയുണ്ട്. നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ഇന്ന് അവധി ദിവസമായ കാരണം മൂന്നാറ് കാണാനായിട്ടേ നമ്മൾ മാത്രമല്ല കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ഒരു ഷിറ്റ്സു അവനിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുക. നോട്ടെ, പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം. അശ്വടാ, എന്ത് രസമായിരിക്കാനാണ് കുട്ടിക്കുപ്പായൊക്കെ ഇടിപ്പിച്ചിരുത്തിയേക്കങ്ങനെ. അടിപൊളി അല്ലേ? ഞാനേ പെട്ടെന്ന് കണ്ടേ, എനിക്ക് കാണാനായിട്ട്. നോട്ടെ, പറ്റിയ കാണിച്ചു തരാട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ട്. ഒന്നാമതെ ആ സാധനത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അശ്ശോ, മടിയിലിരുത്തിയേ കേട്ടോ. അതിനെ കാണിച്ച് തന്നുണ്ട്. നടപടിയാവും നോക്കാം. എടാ ഒരെണ്ണം കേട്ടോ, വേറെ ഉണ്ട്. ഇതേ ഒരെണ്ണം ഇതേ ബാക്കിൽ സീറ്റിൽ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ഇത് കണ്ടോ? അയ്യോ, ഞാൻ പാവേന്ന് വിചാരിച്ചു ആദ്യമേ. ഇരിക്കും നോക്കിയേ, കുരിപ്പ്. അങ്ങനെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ചീയപ്പാറ എത്തിയിട്ടുണ്ട്. ചീയപ്പാറ എത്തിയപ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ, ആവൂ നല്ല വെള്ളം ഉണ്ടല്ലോ. കടിക്കുക ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് പോകാല്ലേ. കുരങ്ങൻ സെലിബ്രിറ്റി ആയത് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല ഈ ജന്തുവിനോട്. കാരണം ഞാൻ മാങ്ങാണ്ടി കിട്ടണം കടിച്ചോണ്ട് പോകും. അവിടെ കുരങ്ങൻ പട്ടി ഷോ. ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുക. എനിക്കാണെങ്കിൽ ആ സാധനം ഇച്ചിരി ഡാർക്കാ. കാരണേ എപ്പോഴേ കയറി മാന്തണേന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇത് ഈ ഭാഗമൊക്കെ ഉണ്ടോ,
ഇവിടെ റോഡ് പണി നടക്കണ കാരണം നല്ല രീതിയിൽ മണ്ണിടിയുണ്ട്. അപ്പോൾ രാത്രിയാണെങ്കിലും അല്ലാണ്ട് മഴയുള്ള ടൈമൊക്കെ ആണെങ്കിലും നിങ്ങൾ ഒരിക്കലും ഈ വെറ്റായിട്ട് നിൽക്കുന്ന ടൈമിൽ ഒരിക്കലും ഈ സൈഡിലൊക്കെ ഈ വെറ്റായിട്ട് നിൽക്കുന്ന സമയത്തുണ്ടല്ലോ ഈ സൈഡിലൊന്നും വന്ന് പാർക്ക് ചെയ്തിട്ടാ. ഇതൊക്കെ ഇങ്ങനെ കെട്ടിയേക്കുന്നത് അതുകൊണ്ടാണ്. ഏത് സമയം വേണമെങ്കിലും ലാൻഡ് സ്ലൈഡിനുള്ള ചാൻസ് ഉണ്ട്. കാരണം മുന്നത്തെ പോലെയല്ല, ഭയങ്കര സെൻസിറ്റീവായിട്ട് നിൽക്കുകയാണ് ഈ മലയൊക്കെ. കാരണം മാന്തി വെച്ചേക്കല്ലേ റോഡ് വീതി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കെയർ ചെയ്യണം. മഴക്കാലത്ത് ഒന്ന് കെയർ ചെയ്തിട്ട് വേണം വരാനായിട്ട്. എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ ഇപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട്. കണ്ടോ ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ മാന്തിയിട്ട് ലാൻഡ് സ്ലൈഡ് വന്നേക്കാം. ഇതുണ്ടോ ഇതൊക്കെ മേലെ നിന്ന് വന്നിട്ടുണ്ട്. കുറച്ച് റിസ്ക്കാണ് ഇപ്പോൾ ഇതിൽ വരുന്നത്. ഇത് ഇപ്പോൾ ഈ വർഷം വലിയ പെരുമഴ വന്നിട്ടില്ല, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് പിന്നെ ഇനി ഇവിടെ നമ്മുടെ വാളറ വാട്ടർഫാൾസ് ഉണ്ട്. എനിക്കെപ്പോഴും മാറിപ്പോകും ചീയപ്പാറയും വാളറയും. വീഡിയോസ് കുറഞ്ഞതോടുകൂടി എൻ്റെ കട്ടൻ കുടിക്കുന്ന പരിപാടിയും കുറഞ്ഞിട്ടാണ്. പക്ഷെ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യും. കട്ടൻ ചായ കുടിച്ചിട്ട് എത്ര നാളായി? അല്ല ഐ മീൻ ഈ കട്ടൻ ചായ കുടിക്കുന്ന വീഡിയോ ഇട്ടിട്ട് എത്ര നാളായി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വലിയ തിരക്കില്ല, വെള്ള തിരക്കല്ല. ആ ചീയപ്പാറയിൽ വന്ന് പെട്ട് ഇതുണ്ട്. ഇവിടെയൊക്കെ മാന്തി വെച്ചേക്കുക. തണുപ്പുണ്ട് കേട്ടോ, ചെറിയൊരു തണുപ്പുണ്ട്. ഒരു മൂടി ക്ലൈമറ്റാണ്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ മച്ചിപ്ലാവ്. ഇവിടെ ഈ പള്ളിയുണ്ട്. ഈ പള്ളിയുടെ അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ റൂട്ട്. ഇനി ഞാൻ അവിടെ നിന്ന് നമുക്ക് വേണ്ടട്ടാ. കുറച്ച് നല്ല കയറ്റുണ്ട്, എന്നാലും കുഴപ്പമില്ലാത്ത കയറ്റാ. ഇനിയാണ് കഥ തുടങ്ങുന്നത്. ഇവിടെ നിന്ന് എങ്ങനെയാണ് കഥ. പക്ഷെ ഇവിടെ നല്ലടാ, ഇത് കുറച്ചുകൂടി പോകണം. ഇതിപ്പോൾ കുറച്ച് നാട്ടിൻപുറം ആ ഒരു സ്കീമാണ്. നമ്മളിത് കഴിഞ്ഞ് കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കഥ മാറും. നല്ല കയറ്റമുണ്ട്. ഇവിടെ അല്ല, കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു കയറ്റം വരും. എന്തൊരു സമാധാനം. ആ ഒരു ബ്ലോക്കിൽ നിന്നും റോട്ടിൽ നിന്ന് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും ഒരു ഫീൽ ഗുഡ് മൊമെൻറ്റ്. ഇതുണ്ട്. ഇവിടെ എന്തോ കൃഷി ഇറക്കാൻ പോകാം. നല്ല വിശക്കുണ്ട്, ചായ കുടിക്കണം. നോടെ എവിടെയെങ്കിലും ഒരു വൈബ് ചായക്കട കാണുവാണെങ്കിൽ നമുക്ക് നിർത്തി ചായ കുടിക്കാം കേട്ടോ. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നോ സീൻ. ഓണായതുകൊണ്ട് ആരും ഇല്ല എന്നൊരു തോന്നലുണ്ട്. എന്താണേലും എനിക്ക് ഈ ഒന്നാം ഓണം തിരുവോണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നാളെയാണ് തിരുവോണം. ഞാൻ പറഞ്ഞ പോലെ തിരുവോണത്തിൻ്റെ അന്ന് ചില പണ്ട് തൊട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ടല്ലോ. നമ്മളിതുപോലെ ഓണത്തിൻ്റെ അന്ന് എല്ലാവരും വീട്ടിലുണ്ടാവണം, വീട്ടിലിപ്പോൾ ഇല്ലാത്തവരെന്താ ചെയ്യുക അല്ല. ടാറൊക്കെ ചെയ്ത് സെറ്റാണ്. നമുക്ക് ഒരു വിധമുള്ള വണ്ടികളൊക്കെ വരും കേട്ടോ. ഇതിപ്പോൾ ഈയിടയ്ക്ക് ടാർ ചെയ്താണോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ആകെ മോശം പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ റോഡ്. ബൈക്കിൽ അത്യാവശ്യം ലോഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പമ്മിയാണ് ആശാൻ കയറുന്നത്. ഓക്കെ, ഉറക്കം വന്നിട്ട് പാടില്ല. എന്തിപ്പോൾ ചെയ്യാം. ഈ റോഡ് സൈഡിലുണ്ടല്ലോ ഈ പുല്ലിൻ്റെ ഇടയിലായിട്ട് കുഞ്ഞു മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ പോയിട്ട് പെട്ടിട്ടോ. നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഇല്ല. ഞാൻ 4K എടുക്കണം. ഞാൻ 2.7K 2.7 അവിടെ ഇവനെന്തൊരു കുഴപ്പമുണ്ടല്ലോ. ഞാൻ 2.7K ഏതോ ചെളിയിലൊക്കെ ഉരുണ്ടിട്ട് വരിക. 2.7K എടുക്കുന്നത്. അപ്പോൾ അതിലിട്ട് കണ്ടു നോക്കിട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാൻ ഫുൾ HD മാറ്റി. ഫുൾ HD ഉണ്ടല്ലോ, നമ്മുടെ ഈ ലൈറ്റ് ഇല്ലാത്തടത്തൊന്നും ഒരു സുഖമില്ല. 4K എടുക്കണമെന്നുണ്ട്, സ്പേസ് ഇല്ല ഉണ്ണിയേ. മാമലക്കണ്ടം വഴി കയറാമെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാൻ. പക്ഷേ മാമലക്കണ്ടം കുറേ പോയി. ഞാൻ ഈ അടുത്ത് തന്നെ കുറേ ഓടിച്ചു എനിക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് മതിയായി. അപ്പോൾ ഇന്ന് വിചാരിച്ചു നേരെ നമുക്ക് മച്ചിപ്ലാവ് പിടിച്ചിട്ട് നേരെ ലക്ഷ്മി പിടിക്കുക എന്നുള്ള മൈൻഡിലാണ്. ലക്ഷ്മിയിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. എപ്പടി നല്ലല്ലേ. ഇങ്ങനെ ഒരു വളവും കയറ്റമൊക്കെ ഉണ്ട്. കാറിൻ്റെ പുറകെ പിടിക്കുന്ന അത്ര സേഫല്ല. ഒരു തവണ വണ്ടിക്ക് പോയിക്കോളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറച്ച് പാച്ച് വർക്ക് ഉണ്ടെന്നേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. അടിപൊളിയായിട്ട് പോയിക്കോളും. അങ്ങോട്ട് ഓവർടേക്ക് ചെയ്താലോ. കടിക്കരുതിട്ടാ. ഒന്നാമത് വലിഞ്ഞു മുട്ടി കയറണം. അതിൻ്റെ ഇടയിലൊക്കെ ഓടിച്ചു കൂടിയിട്ട് കഴിഞ്ഞാൽ കോമഡി ആവും. ചേട്ടനൊക്കെ ഡെയിലി കയറ്റം കയറുണ്ടാവും അല്ലേ. വലിമുട്ടി നമ്മുടെ ആ ഗുംബയൊക്കെ പോകുമ്പോൾ ഇതുപോലെ റോഡ് ഇത് കോൺക്രീറ്റാണ്.
ചേച്ചി ഒരു പണിക്ക് പോകണം കേട്ടോ. തൊഴിലുറപ്പാണ്. ഇത് വേറെ ഏതോ നാട്ടുകാരാണല്ലോ. ഇവിടെ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാർ കംപ്ലീറ്റ് അസാമീസാണ്. ചേട്ടാ വെള്ളം നിർപ്പിക്കരുത്. ഉഗ്രനൊരു ഫ്രെയിം ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയുണ്ടാവും. നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് ഇതേ കൂടെ ഇങ്ങനെ പാസ് ചെയ്യാടോ, കാണാൻ പറ്റില്ല. ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഈ ഒരു റൂട്ടിൽ വന്നാലുണ്ടല്ലോ കുറേ ഒരു ടിപ്പിക്കൽ ഗ്രാമം സ്റ്റൈലാണ്. ഒരു ഇടുക്കി ഗ്രാമം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏലുണ്ട്, കുറേ വീടുകളിലൊക്കെ നല്ല രീതിയിൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്തൊരു പ്രത്യേക ഭംഗിയുള്ളൊരു വഴിയാണിത്. അത് നമ്മളാ ഒരു മെയിൻ റോഡിലൂടെ പോണ പോലെയല്ല. നമ്മൾ ചെയ്യണ്ടോ ഡെയിലി കയറ്റം കയറിയിട്ട് പോണേ കല്ലാറ്. നമ്മളേ ഇത് ഈ ഒരു വഴിയുണ്ടോ, ഇവിടെ നിന്ന് ഒരിക്കലും നേരെ പോകരുതിട്ടാ, നമ്മൾ ലെഫ്റ്റ് വേണം പോകാനായിട്ട്. ആ റോഡ് പോയി കഴിഞ്ഞാൽ 8ൻ്റെ പണിയാണ്. നിങ്ങൾ ഒരിക്കലും ഞാൻ ആ കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ലക്ഷ്മി എസ്റ്റേറ്റ് പിടിക്കുകയാണെങ്കിൽ അടിമാലിയിൽ നിന്ന് മാപ്പ് ഇടരുത്, മച്ചിപ്ലാവ് വഴിയേ കയറാവൂ. അതായത് അടിമാലി ഒരു ഹോട്ടലിൻ്റെ സൈഡ് പാൽക്കോ അതിൻ്റെ സൈഡിൽ നിന്നൊരു മേളിലേക്കൊരു വഴിയുണ്ട്. നല്ല രീതിയിൽ പെടും. കാരണം ഗൂഗിൾ മാപ്പ് ലക്ഷ്മിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും അതായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്താതെ ഇടരുത്, നിങ്ങൾ പെടുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കുത്ത് കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറെ പോലും കയറത്തില്ല, ഇതിങ്ങനെ കിടക്കുക സാധനം. അപ്പോൾ അത് 4x4 വാഹനങ്ങൾ മാത്രമേ കടത്തി വിടൂ എന്നുള്ളൊരു ചെറിയൊരു ഫ്ലെക്സ് അവിടെ വെച്ചിട്ടുണ്ട്, അതും കാണത്തൊന്നുമില്ല. അപ്പോൾ ഗൂഗിൾ മാപ്പിന് ഈ കുന്തം അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങളെപ്പോഴും മച്ചിപ്ലാവ് വഴി കയറുക. അതല്ല എങ്കിൽ കല്ലാറ് ചെന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് ലക്ഷ്മി കയറുക. അല്ലാണ്ട് കയറി കഴിഞ്ഞാൽ പണിയിട്ടു കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി, അത് ഇവിടെ നിന്ന് കയറിയപ്പോൾ തന്നെ പറയണമെന്നുണ്ടായി. ഇതുണ്ടോ, ഈ ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും നല്ല ഹൈറ്റുള്ള മരങ്ങൾ, ആ മരത്തിൻ്റെ മേലെ ഈ നമ്മുടെ ബ്ലാക്ക് കുരുമുളക് പടർത്തി വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുന്ന ഏലമാണേ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എല്ലാ ഏലമാണ്. കാണിച്ചു തരാട്ടോ. അയ്യോ, ഇതെങ്ങനെ ഇവിടെ കുത്തിക്കയറ്റി? ഇതെങ്ങനെ ഇതിനകത്ത് വന്നു? ഇവിടെ എത്തിയപ്പോൾ തന്നെ ആകെ ഒരു വെറ്റ് ഫീലില്ലേ, നനഞ്ഞിട്ട് ഇങ്ങനെ ഒരു മൂടി ഫ്രെയിം. കുറേ പൂക്കളൊക്കെ ഉണ്ട് അവിടെ. ഇവിടുത്തെ പൂക്കളൊക്കെ ഭയങ്കര വൈബ്രൻ്റാണ്, നല്ല രസമാണ് കാണാനായിട്ട്. അയ്യോ, തണുപ്പുണ്ട് കേട്ടോ, ചെറിയ തണുപ്പുണ്ട്. നല്ല രസമുള്ള ക്ലൈമറ്റ്. മഴയില്ല, മഴ മാറിയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതുകൊണ്ടൊരു രസമുണ്ട് കാണാൻ. ഏതോ ഒരു ജംഗ്ഷനാട്ടോ നമുക്ക് ഇവിടെ പോകേണ്ടത്. ഇത് ഈ എലിക്സർ ബോർഡ് വെച്ചിട്ടുണ്ടാവും. ഈ എലിക്സറിൻ്റെ ഈ റൂട്ടിലേക്കാണ് നമുക്ക് ബന്ധത്തും. ബ്ലോക്കാണല്ലോ, കുഞ്ഞു വഴിയാണ്, അതാണൊരു പ്രശ്നം. ഈ റൂട്ടിലുണ്ടല്ലോ കുറച്ച് ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, പൂക്കൾ, ഈ ചെടി, പൂവ്, ഇതൊക്കെ ഭയങ്കര രസം ഇവിടെ. അത് എന്ത് സംഭവം എന്നറിയില്ലേ. അത് ഇവിടെ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഇവിടെ മാത്രം എന്താണ് ഇത്ര കളറൊന്നും? നമ്മുടെ നാട്ടിൽ കളറില്ലേ. റോഡ് കുറച്ച് മോശമാണ്, പക്ഷേ ഒന്നും സീനില്ല. പിടയ്ക്കും നമ്മൾ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കയറി പോകാൻ വിചാരിച്ചപ്പോൾ സംഭവം നോക്കിയല്ലോ. ചേട്ടാ 4 ടയറിലല്ലേ പോണേ, നമ്മൾ 2 ടയറിലാണ് പോണേ. മിസ്സിങ്ങാ. ഓഫ് റോഡ് പോണില്ല എന്നും പറഞ്ഞ് എൻ്റെ മോനെ. ജീപ്പിൻ്റെ ട്രാക്കാട്ടത്. പിന്നെ നമ്മുടെ വണ്ടി ഓൾറൗണ്ടർ ആയത് കാരണം വലിയ കുഴപ്പമില്ല. എക്സ്ട്രീം ഓഫ് റോഡൊന്നും പറ്റില്ല, എന്നാലും ഇതുപോലെയുള്ള സർക്കാർ വക ഓഫ് റോഡുകളിൽ ചെക്കൻ പുലിയാണ്. ശീലാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സെക്കൻഡ്
ഫേസ് തുടങ്ങിയിട്ടുണ്ട്. അയ്യാ, അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ റൂട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു വേറെ ഫീലാ. ഇത് കണ്ടോ, ഇത് ഒരു മലയുടെ മേലെയാണെന്ന് കണ്ടാൽ പറയുമോ? അടിപൊളിയല്ലേ ഈ വഴി, നല്ല രസമല്ലേ കാണാനായിട്ട്. ഈ ഒരു ഇത്രയും മരങ്ങളും അതിൻ്റെ നടുക്കായിട്ട് ഈ ഒരു വഴി, ഇത് കംപ്ലീറ്റ് ഏലമാണ്. ആ ഏലത്തിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ വലിയ മരങ്ങൾ വെച്ചിട്ടുണ്ട്. ആ വലിയ മരങ്ങളിലെല്ലാം മറ്റേ സാധനമുണ്ട്, നമ്മുടെ കുരുമുളക് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഈ വഴി ഈ വഴി എനിക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇവിടെ ബൊഗെയിൻവില്ലുള്ളൊരു വീടുണ്ട്, അത് കാണാൻ എന്ത് ഭംഗി അറിയോ. പറ്റിയ കാഴ്ചരാട്ടാ, കണ്ണീരെന്തോ പോയിട്ടുണ്ട്. വെള്ളം കിടക്കുന്ന സ്ഥലമേ, ചിലപ്പോൾ കൊക്ക പോലത്തെ സ്ഥലമാണ്. ഒറ്റ ചാട്ടം ചാടും. എൻ്റെ അമ്മ ഈ ഷൂസ് നനഞ്ഞ് അതുകൊണ്ട് ഈ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലൊരു വീടുണ്ട്. അത് അവിടെ കുറേ എപ്പോഴും കുറേ ബൊഗെയിൻവില്ല ഉണ്ടാവാറുണ്ട്. അത് പച്ച കളർ പെയിൻ്റൊക്കെ അടിച്ചിട്ട് വീടാണ്. അതെ, ബൊഗെയിൻവില്ല ഇല്ല, അതുകൊണ്ടായിട്ടോ ഞാൻ അത് കാണിക്കാത്ത. അല്ലെങ്കിൽ ഞാൻ നിർത്തി വീഡിയോ എടുത്തിട്ട് കാണിച്ചു തന്നെ. ഭയങ്കര യുണീക്കായിട്ടുള്ള കുറച്ച് നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ കാണിച്ചു തരാട്ടെ ഞാൻ. അടിപൊളിയല്ലേ വഴി. ഇവിടെ മേളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ആ വെള്ളച്ചാട്ടം കാണാൻ സെറ്റാണ്. നമുക്ക് അവിടെ നിർത്തി വീഡിയോ എടുക്കാം കേട്ടോ. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ വെള്ളച്ചാട്ടം പോകുന്നുണ്ട്, ദൈവം കണ്ടോ. അത് ഞാൻ നിർത്തി കാണിച്ചു തരാം. ഇത് അവിടെ നിന്ന് കുത്തി ഒലിച്ച പോണേ, ഭയങ്കര പവറിൽ ശക്തിയായിട്ട് കുത്തി ഒലിച്ച പോണേ. ലെഫ്റ്റ് സൈഡിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇവിടെ കുഞ്ഞു വഴിയായി പറഞ്ഞേ, എത്തിയൊക്കെ നോക്കുന്ന സമയം കൊണ്ട് ചിലപ്പോൾ മറ്റേ സാധനം കയറി വരും, ബസ്. നല്ല പച്ചപ്പല്ലേ. ഇത് കണ്ടാ രണ്ട് സൈഡിൽ ഏലം. ഞാൻ പറഞ്ഞില്ലേ, ഏലത്തിൻ്റെ കളിയാണ് അവിടെ. ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഫെൻസിങ് ഒക്കെ ഉണ്ട്. കാര്യമൊന്നുമില്ല, ഇറങ്ങിയെടുത്തിട്ട് എവിടെ നിന്നും ഇവിടേക്ക് ഇറങ്ങി. അടിപൊളി. എൻ്റെ മോനെ സൂപ്പർ. വണ്ടി ഇവിടെ നോക്കട്ടെ. എപ്പോഴും മിസ് ചെയ്യും ഈ ഫ്രെയിം. കണ്ട ഇവിടെ വണ്ടിയിൽ വെച്ച് ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ വെച്ച് അവിടെ കാടൊക്കെ പോയി. എന്ത് രസമല്ലേ. അയ്യോ, പൊത്തി വലിക്കുക സാധനം. നമുക്ക് വീഡിയോ എടുത്തിട്ട് സമാധാനം പോകാമെന്നേ. എല്ലാ ക്യാമറയിലും എടുക്കണം. 360 എടുക്കണം, ഗോപ്രോയിൽ എടുക്കണം, ക്യാമറയിൽ എടുക്കണം, ഫോണിലെടുക്കണം, എല്ലാത്തിലും എടുത്തിട്ട് പതിയെ പോയാൽ മതി. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. എന്ത് രസമല്ലേ, പാലൊഴുകണ പോലെ. എത്ര സമയമായി ഇവിടെ നിന്നെന്ന് എനിക്ക് പോലും അറിയില്ല. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഒറ്റയ്ക്കായത് കാരണം എത്ര ടൈം വേണേലും നിൽക്കാമല്ലോ അല്ലേ. ഇതാണ് അതിൻ്റെ ഒരു ഇത്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. സാധന സാമഗ്രികളൊക്കെ നനയാണ്ടിരിക്കാനായിട്ടേ
വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് ആക്ച്വലി ഒരു വാട്ടർ ടാങ്കാണ്. കയറിയ വെള്ളമൊന്നും പുറത്ത് പോകില്ല, അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവും. എന്നാലും ഒരു സമാധാനത്തിന് ഇട്ട് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ കല്ലാറ് മാങ്കുളം റൂട്ടിൽ വരുന്നവരാരും വെള്ളച്ചാട്ടം മിസ്സാക്കണ്ട കേട്ടോ. ലെഫ്റ്റ് സൈഡിലാണ്. ഈ ഇതുപോലെയുള്ള മരങ്ങൾ കാണുമ്പോഴത്തേക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ സൗണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് വരുവാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഇതിപ്പോൾ എങ്ങനെ എൻ്റെ മേലെ കയറാം? ലോക്കായോ? യെസ്, ലോക്കാണ്. കൊള്ളാട്ടോ പെട്ടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. രസമല്ലേ? മറ്റേ പെട്ടീനേക്കാളും കുറച്ചുകൂടി സ്പേസ് ഉണ്ട്. 45 ലിറ്ററാണ്. പിന്നെ ഇതിൽ നിന്ന് അഴിച്ചെടുക്കണ കാര്യം ആലോചിക്കുമ്പോൾ ടെൻഷനാണ്. കൂലിക്ക് ആളെ വെക്കേണ്ടി വരും. പുതിയതല്ലേ? അടിപൊളിയല്ലേ വെള്ളച്ചാട്ടം? കുറേ ടൈം ഇവിടെ വന്നു കേട്ടോ. നിങ്ങൾക്കിതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ജോബ് കുര്യൻ്റെ പാട്ട് ഇടാൻ പറ്റില്ല. ജോബേട്ടാ, ഐ മിസ് യു. കാരണം ജോബ് കുര്യൻ്റെ പാട്ടും ഒക്കെ കൂടി വരുമ്പോഴാണ് ഒരു ഫീലുള്ളത്. പോയാലോ? പോവാല്ലേ? ഓക്കെ. ഇൻസ്റ്റാ 360 വെച്ചിട്ട് കുറച്ച് ഷോർട്സൊക്കെ എടുക്കണം. പക്ഷേ ഇവിടെ ഇൻസ്റ്റാ 360 മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് തന്നെ വണ്ടി കൊണ്ടുപോകും. ഇവിടെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇറക്കണില്ല. ഇവിടെ ഇറങ്ങരുത്, നോക്കി കണ്ടിട്ടൊക്കെ വേണം ഇറങ്ങാനായിട്ട്, അല്ലെങ്കിൽ പണി കിട്ടും. ഒരുമാതിരി വെള്ളമാണ്. എപ്പോൾ വേണേലും വെള്ളം കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ അറിയാത്ത സ്ഥലങ്ങളിൽ പോയി ഇറങ്ങി പണി മേടിക്കാണ്ടിരിക്കുന്നത് നല്ലത്. എനിക്ക് വെള്ളം കുറച്ച് പേടിയുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ ഈ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അങ്ങനെ പറയണേ. കൊള്ളാട്ടോ, നല്ല ക്ലൈമറ്റ്. ചെറുതായിട്ടൊന്ന് മഴ പെയ്തു, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തുള്ളിപ്പോയി. തണുപ്പുണ്ട്. ഇപ്പോൾ സമയം എത്ര ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പൊട്ടത്തിട്ടാട്ടോ. ഇപ്പോൾ 9:30 മേലെ ആയിട്ടുണ്ടാവും. എൻ്റെ പ്ലാൻ കറക്റ്റായിരുന്നു. നമ്മളിവിടെ നിന്ന് ലക്ഷ്മി പിടിക്കണു. ലക്ഷ്മിയിൽ നിന്ന് നേരെ ഇന്നത്തെ സ്റ്റേ 11 മണിക്ക് അവിടെ എത്തിയാൽ മതി. അപ്പോൾ അതുവരെ ഇങ്ങനെ ഉരുട്ടി ഇങ്ങോട്ട് എത്താമെന്ന് വിചാരിച്ചിട്ടാണ്. ഭയങ്കര രസമല്ലേ ഈ വഴി കാണാനായിട്ട്? അടിപൊളിയല്ലേ? അത് ഈ ഞാൻ പറഞ്ഞില്ലേ തേയിലത്തോട്ടം, ഏലത്തോട്ടവും പിന്നെ ഈ വലിയ മരങ്ങളും ഒക്കെ കൂടി വേറെ തന്നെ ഫീലാണ്. അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ അച്ഛനെയും കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചേ. പക്ഷേ എന്തോ ചെയ്യാനാ, അച്ഛനിപ്പോൾ ലോക്കൽ കളികളൊന്നുമില്ല. മണാലിക്കാണ്. കൈലാസം പോയി, അത് കഴിഞ്ഞത് ഇപ്പോൾ മണാലി പോയി. ഞാനിങ്ങനെ എല്ലാം നോക്കിയിരിക്കുന്നുണ്ട്. നടക്കട്ടെ. ഇത് കണ്ടോ, ഏഞ്ചൽ ട്രംപറ്റ്. ഈ സാധനം കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ഏഞ്ചൽ ട്രംപറ്റ് എന്നാണ് തോന്നണം അതിൻ്റെ പേര്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളത്. ഇത് കണ്ടോ, ഒരു അവധി ദിവസമാണ്, മൂന്നാറിലേക്കുള്ള വഴിയാണ്. വില ഇറക്കണ്ട. ദാറ്റ്സ് മൈ വേ. എൻ്റെ മാത്രമല്ല കേട്ടോ, കുറേ ആൾക്കാരുടെ വഴിയാണിത്. കുറേ ആൾക്കാർക്ക് അറിയാം. പക്ഷേ ഞാൻ എന്നാലും എനിക്കിതിൽ പോകാൻ ഇഷ്ടം. ബൈക്കാകുമ്പോഴത്തേക്ക് ശാന്തി പിടിച്ചിങ്ങനെ പോവാം. ഭയങ്കര രസമല്ലേ? ഈ ഏലം ഇങ്ങോട്ട് കഴിയുമ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഏതാ നമ്മുടെ തേയിലത്തോപ്പായി. ആ തേയിലത്തോട്ടം വേറെ മൂടാണ്. അടിപൊളിയാണ് കാണാനായിട്ട്. ഇതിപ്പോൾ കാണിച്ചു തരാം ഞാൻ തേയിലത്തോട്ടം. അത് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ്. എടുത്തത് കുഴിയാണ് പണ്ടത്. കണ്ടോ, സ്വാഗതം. അവിടെ തന്നെ ബോർഡും കൊണ്ടുവച്ചു. അതൊരു രസമുള്ള ബോർഡല്ലേ? അത് അവിടെ തന്നെ ബോർഡ് കൊണ്ടുവച്ചപ്പോഴത്തേക്ക് എന്താ കിട്ടിയത്? കണ്ടോ, തേയിലത്തോട്ടം ആയതുണ്ടോ? ഇവിടെ കുറേ റിസോർട്ടുകളുണ്ട് കേട്ടോ. ഞാൻ പ്രൊമോഷനല്ല, ഞാനിവിടെ വരുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റിസോർട്ടാണ് ഈ ഏരിയയിലുള്ള 0 ഡിഗ്രി എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ മേലെയാണ്. ആ 0 ഡിഗ്രിയിൽ പോയി കഴിഞ്ഞാൽ പൂളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നേരത്തെ പൂളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രൊമോഷനല്ല, നമ്മുടെ പ്രൊമോഷൻ ചെയ്തിട്ടില്ല, ഞാൻ അവരുടെ കാശ് മേടിച്ചിട്ടില്ല. പക്ഷേ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇത് ഇവിടെ അങ്ങോട്ടാണ് 0 ഡിഗ്രി. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ തേയിലത്തോപ്പ് മൊത്തത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഭയങ്കര രസമല്ലേ കാണാനായിട്ട്? ആ ഒരു അടിപൊളി വ്യൂ. അടിപൊളിയല്ലേ? അല്ലേ? ആണെങ്കിൽ ആണെന്ന് പറഞ്ഞൂടെ? പറ. എൻ്റെ മേലേക്ക് ആന വരാറുണ്ടെന്ന് പറഞ്ഞ് ഞാൻ നമ്മുടെ ശ്യാംബ്രോയുടെയും മിട്ടുവിൻ്റെ ഒപ്പമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഭയങ്കര രസമാണ്. ഗസ്റ്റിനെ കൊണ്ട് വരുന്ന സ്ഥലമാട്ടോ ഇത്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിങ്ങനെ ചില്ലടിക്കാറുണ്ട്. ജീപ്പ് പറന്നായിരിക്കും പോണേ, കാരണം അവരുടെ ട്രാക്കാണ്. പിന്നെ നിങ്ങൾക്ക് ജീപ്പ് സഫാരി ഒക്കെ എടുക്കാം കേട്ടോ ഇതിലെ. അപ്പോൾ നിങ്ങൾക്ക് ജീപ്പിൽ വന്നിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ ഇവിടെ സ്റ്റേ എടുത്തില്ലെങ്കിൽ പോലും 0 ഡിഗ്രി അടിപൊളി റിസോർട്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട് അവിടെ. ഇതിപ്പോൾ എന്താ ചേട്ടൻ ഉദ്ദേശിക്കുന്നത്?
പഠിക്കണോ? ഇതേ കോടല്ലേ ഇത്? എടാ കോട, ശരി അതേ കോട. അയ്യോ എന്താ സോറി അല്ലേ, ഞാൻ എന്താ ചെയ്യുക, എനിക്കിത് കാണുമ്പോൾ അങ്ങോട്ട് കയ്യിൽ നിന്ന് പോകും. ചെവിടെ കടഞ്ഞിട്ടാ, ഞാൻ ഒച്ചത്തിലാണോ പറയണമെന്നൊന്നും എനിക്കറിയില്ല. ഇത് കണ്ടോ, ഇത് നമ്മുടെ കല്ലെട്ടിച്ചുരം പോലൊരു വഴിയാട്ടോ. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വിരിപ്പാറ കയറും, പിന്നെ ലക്ഷ്മി കയറും, അങ്ങനെ കുറേ ഉണ്ട്. ഇത് ഇങ്ങനെ കിടക്കാം, ട്വിസ്റ്റും ബെൻഡും പോലെ. മൂട് അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ചില്ലാട്ടോ. ഞാനിങ്ങനെ എന്താ പറയുക, കുറേ നാളായി ഇങ്ങനെ പതിയെ എൻജോയ് ചെയ്ത് നിർത്തി വീഡിയോസൊക്കെ എടുത്ത് പോയിട്ട് കുറേ കാലമായി. കാരണം ഞാൻ കുറ്റം പറയുന്നല്ല കേട്ടോ, ഒപ്പമുള്ളവരെ പറ്റി പറയണല്ല. കാരണം നമുക്ക് ഒരിക്കലും എനിക്ക് അവരെ ബോറടിപ്പിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ ഗ്രൂപ്പുകളിൽ പോകാത്തത്. എനിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാനാണ് ഇഷ്ടം. ഇതുപോലെ ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുടെ ഒപ്പം പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് വളരെ കുറവാണ്. കാരണം പോയിട്ട് എന്തോ ധൃതി ഉണ്ട് എല്ലാവർക്കും, എന്താണോ ഡിപ്പെൻസ്. കേട്ടോ, ഡേഞ്ചറസ് കർവൊന്നും, ഡേഞ്ചറസ് കർവ് ഇതെന്താ വളഞ്ഞ് തീരാത്ത. ബൈക്കിനാണ് സെറ്റ്. നിങ്ങളിതിൽ ബൈക്കിന് വന്നാൽ മതി. ഞാൻ താറായിട്ട് വന്നിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ ഒരു ഫീൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ബൈക്കിന് വന്നാൽ മതി. ഞാനേ താറായിട്ട് വന്നിട്ടുണ്ടായി, പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അത്ര. ഈ ബൈക്കിൻ്റെ ഒരു ഫീൽ താറിന് എന്തായാലും കിട്ടിയിട്ടില്ല. സംഭവം താറ് അടിപൊളിയാണ്, സെറ്റാണ്. താറ് സെറ്റാണ്, അടിപൊളിയാണ്. പക്ഷേ നമുക്ക് ഈ ബൈക്കിൽ കിട്ടുന്ന ഒരു ഫീലുണ്ട്, അത് ബൈക്കിൽ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് അങ്ങനെ റിസോർട്ടൊന്നും വേണ്ട. നമ്മളിന്ന് ബംഗ്ലാവിലാണ് സ്റ്റേ ചെയ്യാൻ പോകണം. ഏത് ബംഗ്ലാവ്? ഇന്ന് ഞാൻ ബംഗ്ലാവിലൊക്കെ ഉപയോഗിക്കണ ഒരു പൈപ്പൊക്കെ ഫിറ്റ് ചെയ്ത് നടക്കാൻ പോവാൻ. ഞാൻ വിശന്നിട്ട് ഒരു രക്ഷയില്ല, കണ്ണണം വെള്ള. ഈ ഇവിടുത്തെ ബീഫ് എനിക്കൊന്ന് കഴിച്ചു നോക്കണമെന്നുണ്ട്. കാരണം എപ്പോൾ വന്നാലും ബീഫിൻ്റെ നല്ല മണം അടിക്കാറുണ്ട്. രജിത ചേച്ചി ഓർക്കുന്നോ? അനിലേട്ടാ, ഇത് ട്രയംഫില നമ്മുടെ സോറി, നിങ്ങൾക്കറിയാൻ ചാൻസ് ഇല്ല. നമ്മുടെ ട്രയംഫിൻ്റെ റൈഡ് ഉണ്ടായിരുന്നു, അത് ഇവിടെയായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനും നമ്മളിങ്ങനെ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കണ്ട വെയിൽ വന്നു, ആ മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറിയിട്ട് പോയി, അത്രേ ഉള്ളൂ. കണ്ടാ ആ എലിഫൻറ്റ് ക്രോസിങ് ഏരിയ. ഇവിടെ ആനയുണ്ടപ്പോൾ, ആന ഇറങ്ങാറുണ്ട്. ബി സേഫ് ഗൈസ്. ഇത് ഈ വിരിപ്പാറ ഈ ബസ് സ്റ്റോപ്പ് വരും, അവിടെ നിന്ന് റൈറ്റ് ഇട്ടാ, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മാങ്കുളം. ബസ്സുണ്ടോ? ബസ് അത് കണ്ടല്ലോ. ഈ സ്പോട്ട് ഞാനും ട്രയംഫാരും ഒരിക്കലും മറക്കില്ല. ചേട്ടാ കുറച്ച് ഗ്യാപ്പ് ഇതെന്തെങ്ങനെ, ഞാൻ എന്താ ശുക്രനീന്ന് തോന്നുന്നു. ഇതുണ്ട് പാറ, എന്ത് വലിയ പാറയാ. ഇവിടെ കുറച്ച് ഗ്രാമവും വീടുകളൊക്കെ ആട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ. ഇതാണ് ലക്ഷ്മി എസ്റ്റേറ്റ്. ലക്ഷ്മി അല്ല കേട്ടോ, ലക്ഷ്മി എസ്റ്റേറ്റ്. തമിഴിൽ ലക്ഷ്മീനെ ലക്ഷ്മി എന്ന് പറയണേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും. ഒരു മിനി തമിഴ്നാട് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാ 360 പോക്കാം. ഡ്രോണില്ല, അതുകൊണ്ട് നമുക്ക് അത് പോക്കാം. ഓ എന്ത് ബ്യൂട്ടി, എൻ്റെ മോനെ. ആ സാധനം കണ്ടോ, അടിപൊളിയല്ലേ? വാ, എന്തൊരു സ്ഥലമേ. ആരുമില്ല, ഞാനും മാത്രം. ഓ വാട്ടർഫോൾസ് ഉണ്ടോ? ഞാൻ ആ വാട്ടർഫോൾസിൻ്റെ വീഡിയോ എടുത്തരാം കേട്ടോ, കാണിച്ചു തരാം കേട്ടോ. ഞാനേ ഈ സാധനം ഫിറ്റ് ചെയ്യട്ടാ. ഇവിടെ ആകുമ്പോൾ പിന്നെ ആരും ഇല്ല. ഓ എൻ്റെ മോനെ, എന്ത് ആ മെനേട്ട പറഞ്ഞാൽ മറക്കില്ല. ഇതേ ഞാൻ എൻ്റെ വണ്ടി, പിന്നെ അതെ ഈ കാണുന്ന കാഴ്ച സെറ്റല്ലേ? ഞാനധികം കൊളാക്കുന്നില്ല, സംഭവം അടിപൊളി ഫ്രെയിമല്ലേ, സെറ്റല്ലേ? ഇത് ആ വെള്ളച്ചാട്ടം കണ്ടോ, നമ്മളവിടെ അങ്ങനെ എത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഫ്രെയിം? സെറ്റല്ലേ? മഞ്ഞ വണ്ടി പച്ചപ്പും. ഈ മഞ്ഞ വണ്ടിക്ക് വേറെ മൂടാട്ടോ, ഒരു രക്ഷയില്ല കാണാനായിട്ട്. ഇടയ്ക്ക് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച, പക്ഷേ വേണ്ട, അവിടെ ഇരുന്നോട്ടെ. നല്ല മൈലേജ് ഉണ്ട്, സ്നേഹമുണ്ട്. ഞാനിപ്പോൾ എന്തിനോട് നിർത്തിയേ? ഇൻസ്റ്റാ 360 വെക്കാനായിട്ട്. വെക്കട്ടെ കേട്ടോ, കോവിലൊക്കെ.
ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ കംപ്ലീറ്റ് തേയിലത്തോട്ടം, മേളിലായിട്ട് മല, നമ്മുടെ ബൈക്ക്. പിന്നെ ഇത് ഉലാൻസിയുടെ ഒരു മൗണ്ട് കേട്ടോ. ഇത് അടിപൊളി സാധനമാണ്. ഞാനിപ്പോൾ വേറെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഈ സാധനമൊക്കെ ഇവിടെ വയ്ക്കുന്നത്. ഇവിടെ നിന്ന് ജസ്റ്റ് അവിടം വരെയുള്ളൊരു ഷൂട്ട് അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇതുണ്ടോ, ഇത് അടിപൊളി മൗണ്ടാണ്. എവിടെ വേണമെങ്കിലും മൗണ്ട് ചെയ്യാം. നല്ല സ്ട്രോങ് ആണ്. നോർമലി ഉള്ള മൗണ്ട് പോലെ അല്ല, അത്യാവശ്യം നല്ല ബലമുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. എനിക്ക് X3 ഒന്ന് മാറ്റി കൊള്ളുന്നുണ്ട്. ആർക്കെങ്കിലും X3 വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഷോട്ട് അങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. നോക്കാം. ഇത് 360 ചെയ്ത് പറഞ്ഞേ നമുക്ക് ടാസ്കില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും. ഇത് ഇവിടെ കേട്ടോ നമ്മുടെ വിരിപ്പാറ വെള്ളച്ചാട്ടം. ചായ ഉണ്ടാവും, ചായ ഉണ്ട് കേട്ടോ. ചായ ഉണ്ടോ? ഓ അടിപൊളി സെറ്റ്. കട്ടൻ ചായ കുടിക്കാം. കട്ടൻ ഉണ്ടാവോ? കട്ടൻ ചായ ആണോ? എന്നാൽ ഒരു കട്ടൻ ചായ. മഴ ഉണ്ടായിരുന്നു രാവിലെ? അതെ, കട്ടൻ ചായ മതി. ലെറ്റ്സ് ഹാവ് എ കട്ടൻ. ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ടല്ലോ. ഞാൻ കട്ടൻ ചായ കുടിക്കട്ടെ. ചേട്ടാ ശരി, താങ്ക്സ്. അടിപൊളി ഫുഡ്, ഒരു രക്ഷയില്ല. ഞാനിനി മൂന്നാർ പോയിട്ട് ഊള ഫുഡ് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇവിടെ വന്നിട്ട് നല്ല ദോശയും ചട്നിയും 2 കട്ടൻ ചായയും ഒരു സിംഗിൾ ഓംലേറ്റും. എത്ര രൂപയാണെന്നറിയോ? 80 രൂപ. സീനല്ലേ, അടിപൊളി. മഴ പെയ്തു, ഇനി മഴമൂടമ്പാടി. നിങ്ങൾ ഈ റൂട്ടിൽ വരുവാണെങ്കിൽ ഉണ്ടല്ലോ, വിരിപ്പാറ വെള്ളച്ചാട്ടത്തിനടുത്ത് വണ്ടിത്തട്ടുണ്ട്. ഒന്നും പറയാനില്ല, അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കലക്കം ദോശ. നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ നിന്ന് അമ്മമാരിങ്ങനെ ചുട്ടി തരത്തില്ലേ ഒരു ദോശ, നല്ല നൈസായിട്ട് നെയ്യൊക്കെ തേച്ച്, അതുപോലെ ചുട്ട് ചൂടോടെ തരുക. 3 എണ്ണം പോയി, ഒരു സിംഗിൾ ഓംലേറ്റും പോയി, 2 കട്ടൻ ചായയും കുടിച്ചു. 80 രൂപ. അടിപൊളി, സെറ്റ്, മൂടായി. എനിക്കിഷ്ടപ്പെട്ട്. ശരിക്കും ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ട്രാവലും ബഡ്ജറ്റ് ആവുന്നത്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി എല്ലാം കൂടെ കഴിച്ച് വരുമ്പോഴത്തേക്കും ഇത് ഇത്രയും നല്ലൊരു എമൗണ്ട് വരും. ഞാൻ ഏച്ചി കണക്ക് പറയണല്ല. ഇതിവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്, ആനപ്പെട്ടുണ്ട്. നല്ല ചേട്ടന് ചേച്ചിയായിരുന്നു. അവർ ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്കെന്തോ ഫാമിലിയിലൊക്കെ ചെന്നിരുന്ന പോലത്തെ ഒരു ഫീല്. കാരണം ചുട്ടി ഇങ്ങനെ തരും. അമ്പലം കണ്ടോ, ചൂണ്ടിക്കാണിക്കാൻ വെള്ളം വന്നിട്ടില്ല. എന്താ മൂട്, എന്താ ഫ്രെയിം. ഇതേ നോക്കി, ഈ പച്ചക്കോട്ട്, മഞ്ഞ വണ്ടി, പച്ചപ്പ്, അടിപൊളിയല്ലേ? രക്ഷയില്ലടാ. ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി തന്നെയാണ്. ലക്ഷ്മി വേറെ മൂടാണ്. ഐ മീൻ ലക്ഷ്മി എസ്റ്റേറ്റ് കേട്ടാ. അയ്യോ എന്തൊരു സ്ഥലം നോക്കി. ഞാൻ എവിടെയും നിർത്തിയിട്ട് 2 വീഡിയോ എടുക്കാം. മഴയില്ലല്ലോ എന്തായാലും. മരം കണ്ടോ, എന്താ മരം, സമയം പോയതറിഞ്ഞില്ല. ഇതാണ് വിരിപ്പാറ. ഇതാട്ടോ നമ്മുടെ താഴത്തുള്ളത് വിരിപ്പാറ. ഇതാണ് ഞാൻ പറയാം, നമ്മുടെ ഡിസ്പെൻസറി. ഞാൻ അതിന് മുന്നേ പോയിട്ടുണ്ട്. ഞാനൊരു ഇൻസ്റ്റയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിരിപ്പാറ ഡിസ്പെൻസറിയിൽ വർഷത്തിലൊരിക്കൽ ഒരു മത്സരമുണ്ട്. അതായത് ഏറ്റവും നന്നായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് പ്രൈസ് ഉണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു ഇവിടെ.
എന്ത് ഭംഗിയല്ലേ എൻ്റെ മോനെ. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ നിർത്താണ്ട് തോന്നണേ. ഇത് നമ്മുടെ ഡിക്കാത്തലോണിലെ റെയിൻകോട്ടാട്ടോ. ഇത് നനയത്തൊന്നുമില്ല, സെറ്റാണ്. പിന്നെ നല്ല കളർഫുൾ അല്ലേ. റൈഡേഴ്സ് എപ്പോഴും ഭയങ്കര വൈബ്രൻ്റ് ആയിരിക്കണം എന്നാണ്. ഓ എന്താ ഫീൽ, എന്താ രസം. ലൈഫ് തന്നെ. എടുക്കാതെ അയ്യോ, ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങണ കാര്യം ടാസ്ക്കാണ്. തലയിറക്കം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ, തലയിറക്കം. ചവറായ നല്ല പെട്ടി. ഓ ഹെൽമെറ്റ് അടിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തോ ശ്വാസം മുട്ടുണ്ട് ഇതിലൂടെ വെച്ചിട്ട്. ഫീലെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. ഞാൻ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു വളം അങ്ങോട്ട് വളഞ്ഞേ ഉള്ളൂ. കംപ്ലീറ്റ് കോട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ കോട. മഴയില്ല, ചെറിയ മഴ. ശരിക്കും ഉണ്ടല്ലോ മൂന്നാറിലെ മെയിൻ റോഡ് ഭയങ്കര തിരക്കാണ്. ഓണം സീസണിലാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. നാളെ തിരുവോണ. ദേ ഞാൻ നിൽക്കുന്ന സ്ഥലം നോക്കി, ഒരൊറ്റ മനുഷ്യനില്ല. ഇതാണ് ഞാൻ ആഗ്രഹിച്ച കിനാശ്ശേരി. അടിപൊളി. എൻ്റെ വണ്ടി, ഈ ഒരു ലോകം ആൻഡ് ഞാൻ മാത്രം. ഒരു രക്ഷയില്ല. ഞാൻ കുറേ നാളായി ഇങ്ങനെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് വീഡിയോ എടുത്തിട്ട്. അതിനോ കുറേയധികം പോരായ്മകളുണ്ടാവും. ശരിക്കും 11 മണിക്ക് എനിക്കും തലയാറെത്തേണ്ടതാണ്. ഞാൻ എത്തത്തില്ല. ഇപ്പോൾ 10:30 എങ്ങാണ്ടായിട്ടുണ്ട്. പക്ഷേ കൂടെ കയറി പറഞ്ഞിരിക്കുന്ന സമയത്ത്. പക്ഷേ ഈ നിമിഷം അല്ലെങ്കിൽ ഈ ഒരു മൊമെൻ്റ് ഇനി തിരിച്ചു വരില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്ന് ടൈം എടുത്ത് പോകാമെന്ന് വിചാരിച്ചത്. അച്ഛൻ്റെ ഒപ്പം അച്ഛനെ കൂട്ടി വരണമെന്നുണ്ടായിരുന്നു ഈ ഒരു റൂട്ടിൽ. പക്ഷേ അച്ഛൻ വേറെ ട്രിപ്പിൽ പോയി. എന്താണെങ്കിലും നിങ്ങൾ മൂന്നാർ പോവുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ റൂട്ടൊന്ന് മാറ്റി പിടിച്ച് നോക്കുക. അടിപൊളിയാണ്, വേർത്താണ്. കാരണം തിരക്കില്ല, ഒച്ചപ്പാടില്ല, ബഹളമില്ല, കാമൻ പീസ്ഫുള്ളായിട്ട് പോവാം. പിന്നെ രാത്രി കാലങ്ങളിൽ പോകുമ്പോൾ ആന ഉണ്ടാവും. അത് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. എന്താണെങ്കിലും ഇപ്പോൾ ഈ ലോകത്ത് എൻ്റെ ക്യാമറ, എൻ്റെ ബൈക്ക്, ഞാൻ ഒരു രക്ഷയില്ല. അടിപൊളി ക്ലൈമറ്റ്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇതേ കോട വന്നു. ഞാനിതിൽ ഈ ഇടയ്ക്ക് തന്നെ കാറിലും താറിലൊക്കെ ആയിട്ട് ഒരുപാട് പ്രാവശ്യം പോയി. പക്ഷേ അപ്പോൾ ഒന്നും കിട്ടാത്ത ഒരു കൈൻഡ് ഓഫ് ഫീൽ ഇത് എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഐ ഡോണ്ട് നോ വൈ. എന്താണെങ്കിലും ലക്ഷ്മി എസ്റ്റേറ്റിലെ ഈ ഒരു ക്ലൈമറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ പോട്ടെ, സമയമായി. അടിപൊളി. ഇനിയൊരു ഘട്ടം ഞാൻ ഇവിടെ പിടിക്കണം. നോക്കിയാൽ പറഞ്ഞു നിൽക്കുന്ന സമയം കൊണ്ട് കോട ഫുള്ള് കവറായി. ലൈഫ് ഞാനിവിടെ നിന്ന് പോവുകയാണ്. ഇനി നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാൻ എങ്ങനെയാണ് വീഡിയോസ് എടുത്തതെന്ന് അറിയോ? ഇത് കണ്ടോ, അതിങ്ങനെ മൗണ്ട് ചെയ്തിട്ടാണ്. ഇത് വെച്ച് ഓടിക്കത്തില്ല കേട്ടോ. ഇത് വെച്ച് ഓടിച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ പാട്ടിന് പോവും. അപ്പോൾ അങ്ങനെ മൗണ്ട് ചെയ്തിട്ടാണ് വീഡിയോസ് എടുത്തത്. പോകാൻ തോന്നല്ലേ, പക്ഷെ പോയേ പറ്റൂ. ഞാൻ പോട്ടെ, ഇല്ലെങ്കിൽ ശരിയാവില്ല. നമുക്ക് ബൈക്കും ഇമാതിരി മൗണ്ടൊക്കെ ഉള്ളപ്പോൾ ഇതാരെ ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് ദൂരം പോകാനുണ്ട്. എന്തായാലും പോട്ടെ, ഇല്ലെങ്കിൽ ടൈം ലേറ്റ് ആവും. ഇനി ഞാൻ അവിടെ നിർത്തണില്ല. കണ്ടില്ലേ, ഈ റൂട്ടിലെ മെയിൻ സംഭവങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നെവർ മിസ് ദിസ് റൂട്ട്. അപ്പോൾ ഇവിടെ ഒരു പാറയുണ്ട്. ഐ ഹേറ്റ് ദാറ്റ് പാറ നൗ. ഇനി ഇരുന്ന് കഴിച്ച് വെക്കണ്ടാൽ മതിയാ, വണ്ടിക്കെടുത്ത് ഇങ്ങോട്ട് ഇറങ്ങണ്ടേ. ഇത് നല്ല വെള്ളമുള്ള സമയത്ത് ഇങ്ങനെ കവർ ചെയ്യും കേട്ടോ. നല്ല പെരുമഴയത്ത്. സജു ഷാരോ ഓർക്കണ്ടോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ 2 കപ്സിനെയും കൊണ്ട് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഐ മീൻ നമ്മുടെ മാമലക്കണ്ടം പോയിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഇതിലേ ഇറങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞു.
അങ്ങനെ അവരെയും കൂട്ടി ഇതിലൊരു കറക്കം കറങ്ങി. അവരൊന്നും എന്നെ കൂട്ടാണ്ട് ധനുഷ്കോടിക്ക് പോയേക്കാം. പക്ഷേ സോറി അല്ല കേട്ടോ, എനിക്കിന്ന് ഈ പരിപാടികൾ കാരണം എനിക്ക് അവരുടെ ഒപ്പം ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇല്ലെങ്കിൽ അവരുടെ ഒപ്പം പോകുമ്പോൾ ഭയങ്കര ഫീലാണ്. ഞാൻ പറയണമല്ലോ കേൾക്കാൻ പറ്റണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഈ ഹെൽമെറ്റിൽ ഞാനിതൊരു വ്ളോഗ് ചെയ്തിട്ടില്ല. അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇനി ഔട്ട് വരുമ്പോൾ മാത്രമേ അറിയുള്ളൂ. കൊള്ളാട്ടോ, വണ്ടിയിൽ ഇപ്പോൾ ഈ സെറ്റപ്പൊക്കെ ചെയ്തപ്പോഴത്തേക്കും കുറച്ചുകൂടി എനിക്ക് വ്ളോഗ് ചെയ്യാനൊക്കെ ആയിട്ട് സെറ്റായി. കാരണം ഞാനിപ്പോൾ ഇതിനകത്ത് റെയിൻ കോട്ട് സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ Insta360 മൗണ്ടും കോലും അതും സാധനങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഭയങ്കര എളുപ്പമായി, പ്രാക്ടിക്കലായി, ഒരു കുറച്ചുകൂടി പോർട്ടബിളായി സാധനങ്ങളെല്ലാം കൂടി. ചിലപ്പോഴേ ഇവിടുത്തെ എന്തത് ഇവിടുത്തെ ക്ലൈമറ്റ് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പുറത്തെ വളരെ മഴയായിരിക്കും. റൂട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങൾ എറണാകുളം ഭാഗത്ത് നിന്ന് വരുമ്പോൾ അടിമാലി ഒന്നും വരണ്ട. നമ്മുടെ ഇരുമ്പുപാലം കഴിഞ്ഞിട്ട് മച്ചിപ്ലാവ് നോക്കി വരിക. മച്ചിപ്ലാവ് നിന്ന് ലെഫ്റ്റ് എടുക്കുക കേട്ടോ. അടിമാലി എത്തിയിട്ട് പാൽക്കോട സൈഡിലുള്ള കയറ്റുണ്ട്, അത് എടുക്കരുത്. എന്ത് വന്നാലും എടുക്കരുത്. അത് നിങ്ങളിപ്പോൾ എത്ര സ്കിൽഡ് ആണെന്ന് പറഞ്ഞാലും ഞാനത് എടുക്കാൻ പറയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നോർമലി മൂന്നാർ അല്ലെങ്കിൽ ലക്ഷ്മി എസ്റ്റേറ്റിൽ ഇപ്പോൾ എലിക്സർ ഹിൽസൊക്കെ ഗൂഗിൾ മാപ്പ് ഇടുവാണെങ്കിൽ ആ റോഡായിരിക്കും കാണിക്കണേ. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ, അവിടെ വന്നിട്ട് നല്ല പെടൽ വിടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ റൂട്ട് എടുക്കരുത്. ഇതിൻ്റെ തന്നെ ഫ്രണ്ട് വീല് പൊങ്ങി, അമ്മാതിരി കയറ്റവും അമ്മാതിരി വളവും. ഒരുപാട് നല്ല സംഭവങ്ങൾ വരുമ്പോഴത്തേക്കും വയറ് നിറഞ്ഞു പോകുമെന്ന് പറയില്ലേ. എന്നാൽ നമുക്ക് വേണം, പക്ഷെ വയറ് നിറഞ്ഞു പോയി, അമ്മാതിരി അവസ്ഥ. നിറഞ്ഞ് മനസ്സങ്ങോട്ട് നിറഞ്ഞ്. ഇവിടെയൊക്കെ ആനിറങ്ങാനുള്ള സ്ഥലം കേട്ടോ. ഇവിടെയൊക്കെ എങ്ങനെ കിടന്ന റോഡാണെന്നറിയോ, പൊട്ടിപ്പൊളിഞ്ഞ് അമ്പോ. ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു സ്പോട്ടാട്ടോ ഇത്. ഈ കാണുന്ന മെഡോസും അല്ലെങ്കിൽ ഈ കാണുന്ന വഴിയും. പണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഫോർച്ചുനേറ്റ്ലി പൂട്ടിച്ചു അകത്ത് ഡ്രസ്. പണ്ടൊക്കെ ആൾക്കാർക്ക് ഇവിടെ ഇറങ്ങായിരുന്നു. പക്ഷേ നല്ല രീതിയിലായിരുന്നെങ്കിൽ നല്ലൊരു പിക്നിക് സ്പോട്ടായിരുന്നു. പക്ഷേ എന്താണ് ഇവിടെ നടന്നത് അറിയില്ല. നല്ല രസമുള്ള സ്ഥലം കേട്ടോ ഇത്. എല്ലാവരും ഇവിടെ നിർത്താറുള്ളതാണ്, പക്ഷേ ട്രസ് പാസിങ് പ്രൊഹിബിറ്റഡ്. അയ്യാ ഈ സ്ഥലം ഉണ്ടല്ലോ, ഞാൻ ഒരിക്കലും മറക്കൂല. വേറൊന്നുമല്ല, ഞാൻ വേറെ സാധനം കാണിച്ചിട്ടോ. ക്യാമറ എടുക്കൽ നടക്കില്ല. ശിവനെ, ഞാൻ വണ്ടി കൊണ്ട് നേരെ പാർക്ക് ചെയ്തിട്ട് വൈകുന്നേരം കേട്ടോ, വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നോക്കിയപ്പോൾ കാണുന്ന സാധനം ചെയ്താട്ടോ. അത് ഒരെണ്ണമല്ല, അതുപോലത്തെ ഒരു 3-4 എണ്ണം അവിടെ ഉണ്ട്. ഏതോ കല്ലറയുടെ നെഞ്ചത്തുണ്ട് വണ്ടി വെച്ച്. ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ നേരെ അങ്ങോട്ട് കൊണ്ട് വണ്ടി വെച്ചിട്ടേ ഇതുപോലെ താഴത്തേക്കൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അത് ആന വേറെ, അടിപൊളി. ശരി, എന്നാ കാണാം. അയ്യോ, ആ സമയത്താണെങ്കിൽ സെമിത്തേരിയുടെ വീഡിയോസ് എടുക്കൽ കൂടുതലായിരുന്നു. റേഞ്ച് വന്നു. ഞാൻ എൻ്റെ അമ്മ കോള്. അങ്ങനത്തെ നമ്മൾ എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാർ പാസ് ചെയ്തിട്ട് മറയൂർ റോഡിലേക്ക് കയറിയേക്കുവാണ്. മറയൂർ റോഡ് ആസ് യൂഷ്വൽ മഴയില്ല, മഴ പെയ്യാൻ ചാൻസ് ഇല്ലാതില്ല. മറയൂർ റോഡിൽ ഇടയ്ക്ക് തലങ്കം പോയിക്കൊണ്ടിരുന്ന ദിവസമാണ്. ആ ഒരു ഫീൽ അങ്ങോട്ട് പോയി കിട്ടി. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. നല്ല ക്ലൈമറ്റ്, നല്ല രസമുള്ള ക്ലൈമറ്റ്, നല്ലൊരു വെതറാണ്. മെയിൻ തിങ്, ഇന്ന് താമസിക്കാൻ പോകുന്നത് ഒരു ബംഗ്ലാവിലാട്ടോ. അത് ഒറ്റയ്ക്ക്. ആ ബംഗ്ലാവ് മൊത്തം ഞാനിങ്ങ് എടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബംഗ്ലാവ്, അവിടുത്തെ ആംബിയൻസ്. ഇതൊരു 1-1.5 ബംഗ്ലാവാണ്, പ്രയോറിറ്റി ബംഗ്ലാവ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ മുന്നേ നമ്മുടെ വാൽപ്പാറയിൽ ഇവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലക്ഷറിയാണ്, പക്ഷേ അത് ഭയങ്കര കംഫർട്ട് സോണാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വൺസ് ഇൻ എ ലൈഫ്, ഒരു ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട സംഭവമാണ്. ലൈക്ക് സമാധാനമായിട്ട് പോവാം. ഇത് അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ കാണിച്ചു തരാമായിരുന്നു, സമയമില്ല, ഞാൻ പോട്ടെ. ഈ സൈഡിൽ കാണാൻ ലോണും മെഡോസൊക്കെ എന്ത് ഭംഗിയാണെന്നറിയോ. വയ്യ. കണ്ടില്ലേ, നല്ല തീരുമാനമായിരുന്നു അത്. അതിൻ്റെ പുറകെ പിടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ട്രാവലർ തന്നെ തിരിച്ച് മൂന്നാർക്ക് കൊണ്ട് വെച്ചാൽ. ഇവിടെ മഴ പെയ്തിട്ടില്ല കേട്ടോ.
എന്താല്ലേ, അല്ലെങ്കിൽ മറയൂർ റൂട്ടിൽ ഇച്ചിരി പണിയാ മഴ കിട്ടാനായിട്ട്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കണ്ടോട്ടോ. അതെ, എങ്ങനെയുണ്ട്? ഹായ്, സൂപ്പറല്ലേ, അടിപൊളിയായിട്ടില്ലേ? പോയാലോ അമ്മ? കണ്ടില്ലേ? നിങ്ങൾ ഏതെങ്കിലും ടൂറിസ്റ്റ് ബസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാവലർ ഇങ്ങനെ നിർത്തി വരുമെന്ന് കാണിച്ചു തരുമോ? എന്താണ് ഇതാണ് ചരിഞ്ഞാലും ഒന്നും പറ്റില്ലല്ലേ, കമ്പളിപ്പുറത്ത് കിടക്കാം. ഏയ് ഒന്നും പറ്റല്ലേ, ഞാൻ വെറുതെ പറഞ്ഞ. സിംബ വഴിമാറ് സിംബ. എനിക്ക് കാറിൽ വരാൻ തീരെ ഇഷ്ടമില്ലാത്ത റൂട്ടായത്. നിങ്ങൾ കാറിൽ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഐ മീൻ ഡ്രൈവ് ചെയ്താൽ വീണ്ടും കുഴപ്പമില്ല, അല്ലാണ്ട് ഒരു ഇന്നോവയിലൊക്കെ ഇതിൻ്റെ പുറകിലിരിക്കണം ഈ റൂട്ടിൽ. എൻ്റെ പൊന്നോ, കപ്പലും എത്തും ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തായി പോവും. അമ്മാതിരി വളവും തിരുവാ. ഞാൻ ഇതുവരെ കാറിൽ അങ്ങനെ വാള് വെക്കാത്ത, പക്ഷേ ഈ റൂട്ടിൽ എനിക്ക് തീരെ പറ്റില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് വാള് വെച്ച് സീനായി. കാരണം ഒരു എത്ര മര്യാദയ്ക്ക് ഓടിച്ചാലും നമ്മൾ കൊട്ടും. അമ്മാതിരി ടാസ്ക്കാണ് ഇവിടുത്തെ റോഡ്. എന്താണെന്നറിയില്ല. ചേട്ടന്ന് കൈ കാണിക്കുകയാണെങ്കിൽ ഞാനങ്ങനെ പോയാൽ ഇല്ല. വേറെ ഈ മൂന്നാറിലെ വേറെ ഒരു റോഡിനും ഇമ്മാതിരി സീനില്ല. ഇത് ഇവിടുത്തെ ഈ റോഡിനാണ്. അത് എന്ന് പറഞ്ഞാൽ സ്റ്റിയറിങ് തിരിച്ച് മറിക്കുന്നതിന് മുന്നേ അടുത്ത വളവാണ്. അപ്പം അങ്ങനത്തെ ഒരു ടാസ്ക്കുള്ള റോഡാണ്. അപ്പോൾ ഈ കാർ സിക്നസ് ഉള്ളവർ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ ഇതിൽ വരുമ്പോൾ. സ്ഥിരം യാത്രയാണ്, ഞാൻ തന്നെ വളവിച്ചു. എന്നും ഇവിടെ ഒരു കുഴി ഉണ്ടാവും ഈ വളവിൽ. അതിപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. ചില കുഴികൾ അങ്ങനെയാണ്, പോവില്ല. ആ ഇല്ലട്ടാ, അത് പോയി. ഇല്ലില്ല, ഈ സാധനം തന്നെ. ശാപമോക്ഷം കിട്ടുമല്ലോ ഇതിന്. ഗുണ്ടുമല, തെന്മല, ഈ ഭാഗമൊക്കെ ഇതിൻ്റെ ഉള്ളിലാട്ടോ. വൈൽഡ് കോഫി ജസ്റ്റ് നൗ, അതാണ് കേട്ടോ. നമുക്ക് വൈൽഡ് കോഫി ഉണ്ട്, നമുക്ക് ബംഗ്ലോ കോഫി കുടിക്കാം. ഈ ഏരിയ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഈ മരങ്ങളും ഈ തേയിലയും ഈ താഴത്തെ പുല്ലും അത് ഭയങ്കര സെറ്റ് കോമ്പോ ആണ്. എൻ്റെ കാലയിൽ അട്ട അടിച്ചിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പട്ടി ജന്തു എനിക്ക് കടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഈ ചൊറിച്ചിലാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. ഈ മേളിൽ കാണുന്ന ഗുണ്ടുമല എസ്റ്റേറ്റ് അതിനെപ്പറ്റി പറഞ്ഞാൽ അടഞ്ഞ വഴികൾ. നമുക്ക് അന്നൊന്നും ഈ റൂട്ട് ഓപ്പണാണ്. സെറ്റാട്ടോ. ബൈക്ക് കുറേ നാളായി ഞാൻ എടുത്തിട്ട്, പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് ഉണ്ട്. ഐ മീൻ നമുക്ക് വേണ്ട രീതിയിലുള്ള പെർഫോമൻസ് നമ്മുടെ ബൈക്ക് തരുന്നുണ്ട്. സോ ഗുഡ്, അടിപൊളി. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. എന്താ ചെയ്യുക, ഒറ്റ ചവിട്ടാ. എന്താണ്ട് കാഴ്ചയായിട്ട് ഏതാണ്ട് മറ്റേ ഇതുപോലെയുള്ള കിളികളൊക്കെ ഉണ്ടാവും ഈ റൂട്ടിൽ. എല്ലാവരും നോക്കിക്കൊണ്ടൊക്കെ പോകണോട്ടോ. ഒന്നാമത് പാമ്പ് കിടക്കണ പോലെ. ഞാൻ ആ പുള്ളീനെ എന്തായാലും ഞാൻ ഈ ബ്ലോഗിലെടുത്തിടും. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാറ പതിവ്. അത് വിത്ത് ഫാമിലി വന്നേക്കണം. ഒരൊറ്റ ചവിട്ടാ, ഒരു രക്ഷയില്ലല്ലേ. അടിപൊളി വ്യൂ അല്ലേ. ഈ ഒരു രക്ഷയില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. ഇതേതാ വണ്ടി നൈസായിട്ടല്ലോ. ചായ കുടിച്ചിട്ട് പോ, തലവേദനയുണ്ട്. ഇന്ന് നൈറ്റ് അങ്ക, നാളേക്ക് തിരുമ്പി. നാളെ നേരത്തെ ആണെങ്കിൽ അപ്പടി പാലക്കാട് വഴി, അതുതാണ് നല്ലത്. ഇത് ரொம்ப തിരക്ക് இந்த റൂട്ട്. പോയി തൂങ്ങണം, ഉറക്കം. ശരി. അയ്യോ, ഒരു ചായയും കുടിച്ചു കുറേ നേരം കഥയൊക്കെ പറഞ്ഞേക്കും. മുത്തുക്കിളി അമ്മയുടെ പേര്. അമ്മയുടെ തന്നെ കടയാട്ടോ ഇത്. അമ്മയുടെ 2 മക്കളും പുറത്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിലായി. നമ്മൾ പോകുന്ന ബംഗ്ലാവിന് പച്ച ബംഗ്ലാവ് എന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാനിപ്പോഴും അറിയണേ. ഇവിടെ ഒരു ചാരായക്കട എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടെന്ന് ഞാനിപ്പോൾ നിൽക്കും. നമ്മളിവിടെ ഈ ആൾക്കാരായിട്ടൊക്കെ സംസാരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. അപ്പോൾ നമ്മൾ നമ്മുടെ ബംഗ്ലാവിൽ എത്താറായിട്ടോ, തലയാറായി. ഇനിയിപ്പോൾ വലിയ ദൂരമൊന്നുമില്ല.
ബ്യൂട്ടിഫുൾ ബംഗ്ലാവ് ആണെന്ന് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിനേക്കാൾ കൂടുതൽ കുറേ കാര്യങ്ങൾ ഞാൻ ഇൻസ്റ്റയിൽ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ഔട്ട്. ആയിരുന്നില്ലാസ് ഒഫീഷ്യൽ എന്നാണ്. പിന്നെ ഉണ്ടല്ലോ നമ്മൾ മൂന്നാർ മറയൂർ റൂട്ടിൽ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിൽ നമ്മൾ പാലക്കാടേക്ക് പോകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബൈക്കിലാണ് വരുന്നതെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് മുന്നേ പാസ് ചെയ്യണം കേട്ടോ. 6 മണി കഴിഞ്ഞാൽ പിന്നെ താഴത്തേക്ക് വിടില്ല. ബൈക്ക് 6 മണി വരെയാണ് ടൈമിംഗ് ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞാനൊന്ന് പെട്ടായിരുന്നു. കാട്ടാനകളുടെ സാന്നിധ്യമുള്ള സ്ഥലം അത് അവങ്ക ഊര് തേനീച്ചാണ്. ചാടിക്കോ, വെള്ളത്തിൽ ചാടിക്കോ. ഞാൻ സാധാരണ ഇവിടുത്തെ ചായ പിടിക്കാറ്. നമുക്ക് നാളെ ഇവിടുത്തെ പിടിക്കാം. എല്ലാ സ്ഥലവും എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. ഇവിടെയൊക്കെ ഒരു കംഫോർട്ട് സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇവിടെ ചോദിച്ചു നോക്കാം. തലയാർ എസ്റ്റേറ്റ്. ചേട്ടാ ബംഗ്ലാവ്, ബ്രയാർ ബംഗ്ലാവ് இந்த റൂട്ടാ? ശരി, അപ്പം இந்த റൂട്ട് தான். ഇനി ഇവരുടെ ഒരു ജില്ല പോലെയാണ്. കാരണം ഇവരുടെ തന്നെ ഹോസ്പിറ്റല്, ഇവരുടെ തന്നെ ക്ലിനിക്ക്, ഇവരുടെ തന്നെ മറ്റേ പ്രൊവിഷൻ സ്റ്റോറ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പോസ്റ്റ് ഓഫീസ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. നമുക്ക് നാളെ വീഡിയോ എടുക്കാം കേട്ടോ. இந்த ബംഗ്ലാവ് എവിടെ? എങ്കെ ബ്രയാർ ബംഗ്ലാവ്? ബംഗ്ലാവ് നേരെ പോണോ? ആ ശരി ശരി അമ്മ, നന്ദി. നോക്കി പടയപ്പയുടെ മുന്നിൽ പോയി ചാടുമോ ഒക്കെയാണെങ്കിൽ അത് സാധനം കണ്ടാലേ കളി പോവും. എനിക്കറിയില്ല കേട്ടോ അത് ബംഗ്ലാവിലേക്ക് പോണ വഴിയാണോ എന്നുള്ളത്. ഇവിടെ 1-2 ബംഗ്ലാവ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഫോട്ടോ എടുത്തിട്ട് പോകാൻ ചോദിച്ചിട്ടാണ്. എങ്ങടാണോ? അയ്യ സൂപ്പർ, എന്താ ലുക്കല്ലേ. அந்த பெங்லாவ் எங்கே தெரியுமா? பிரயார் பெங்லாவ் மேலையா? ஃபேக்ட்ரியா? பெங்லாவ் மேலையா? ഓ ശരി ശരി. இந்த റോഡിൽ കിടയാ എന്തോ എറണാകുളം. ആ ആ அந்த അമ്പലം താണ്ടി ലെഫ്റ്റാ? ഓ ശരി ശരി അമ്മ, ശരി. ആ ശരി ശരി. ഓ ഇതാട്ടോ വഴി. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവാത്തതാണോ എന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല. ഗൂഗിൾ മാപ്പൊന്നും ഇല്ലാണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ കുറേ നാളുകൂടിയിട്ടേ. എന്താണെങ്കിലും നല്ല രസമുള്ള വഴികളാണ്. ആ ഇതത് തന്നെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടല്ലോ. ഓ എൻ്റെ പൊന്നോ, ഇത് കണ്ടോ എന്താ സീൻ നോക്കി. ഓ ശേക്ഷന് മോനെ പൊട്ടി പോയി. ആ കാണാം കേട്ടോ നമ്മുടെ ബംഗ്ലാവ്. ആ മല നോക്കി, കേക്കിൻ്റെ മേളിൽ ഐസ് മറ്റേ ക്രീം വെച്ച പോലെ. ഇന്ന് ആ മലയുടെ മേലെയുള്ള ബംഗ്ലാവിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. മേളിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ക്ലൈമറ്റൊക്കെ മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ട്. എന്തായാലും ബ്രിട്ടീഷുകാരെ സമ്മതിച്ചേ പറ്റുള്ളൂ ഇമാതിരി സാധനമൊക്കെ പണിത് വെച്ചേക്കുന്നത്.
ഭയങ്കര ഇത്രയും കാലമായിട്ടും ആൾക്കാർ അന്വേഷിച്ച് പിടിച്ച് വന്നില്ലേ. പിന്നെ പ്രിസർവ് ചെയ്യുന്നത് വേറെ കാര്യം കേട്ടോ. അതാണ് ബംഗ്ലാവ്. ഇപ്പോൾ ബംഗ്ലാവിലേക്ക് ഒരു താമരശ്ശേരി ചുരം തന്നെ ഉണ്ട് കേട്ടോ. ഓ എൻ്റെ പൊന്നു, എന്താ നോക്കി. അയ്യോ, ഓഫ്. തലയാർ വാലി ബംഗ്ലാവ്. ആ ഇത് തന്നെ സാധനം. സുശീൽ ബ്രോ പറഞ്ഞ ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയായിരുന്നു. ഞാൻ കുറച്ച് മുന്നോട്ട് അരുൺ. ഹായ്, ഗസ്റ്റ് പോയോ? ആ അപ്പം ഞാൻ പോയിട്ട് പതിയെ ഇങ്ങോട്ട് കയറാമെന്ന് ചോദിച്ചു ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇന്ന് വേറെ ആരും ഇല്ല തോന്നല്ലേ? അതെ, ആ. സോ ഇതാണ് നമ്മുടെ ബംഗ്ലാവ്. ഇത് വേറെ പേരിലാണോ പറയുന്നേ? പച്ച ബംഗ്ലാ. ആ, സോ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേ. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചതാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റേ ചെയ്യണം എന്നുള്ളത്. തലയാർ വാലി ബംഗ്ലാവ് എന്നാണ്, നമ്മുടെ ബ്രയാട്ടി ബംഗ്ലാവ്സിൻ്റെ തന്നെയാണ്. നമ്മൾ ഇതിന് മുന്നേ നമ്മളിവിടെ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ അല്ല, വാൽപ്പാറയിലാണ്. അത് ഇവരുടെ പ്രോപ്പർട്ടി തന്നെയാണ്. ഇത് ഒരു 1.5 പ്രോപ്പർട്ടിയാണ്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ സെക്യൂരിറ്റി ചേട്ടൻ ഇരിപ്പുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു അടിപൊളി ഗാർഡൻ അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ജസ്റ്റ് അതിലൊന്ന് കയറാം. നല്ല മെയിൻറ്റെയിൻ ചെയ്ത്, നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടിട്ടേക്ക് കേട്ടോ. ഇത് ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ടുള്ളൊരു സ്പോട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ക്യാമ്പ് ഫെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ ആ ഒരു ബംഗ്ലാവ്. ഇതുണ്ടല്ലേ, ഇങ്ങനെ എന്താ പറയുക, ഫാമിലിയായിട്ടും കുഞ്ഞുങ്ങളായിട്ടൊക്കെ വരുന്നവർക്ക് ഓടി കളിക്കാൻ പറ്റിയ രീതിയിലുള്ള സ്ഥലമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ ക്യാമ്പ് ഫെയർ പിറ്റുണ്ട്. എന്താണേലും അടിപൊളി. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല ആ സംഭവം. പിന്നെ കുറേ ബേർഡ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ബേർഡ് വാച്ചിങ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും. ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ടവർ വരുന്നത് BSNL-ലും ജിയോയ്ക്കുമാണ്. പച്ച ബംഗ്ലാവ് എന്നൊരു പേരും കൂടി ഇതിനുണ്ട് കേട്ടോ. തലയാറിലാണ് ഇതിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്, നല്ല ക്ലൈമറ്റാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോരം പൂക്കളാണെന്നറിയോ. ഇവിടെ കുറേ പൂക്കളുണ്ട്. അത് നല്ല കളർഫുള്ളായിട്ട് നല്ല വൈബ്രൻ്റായിട്ട് നിൽക്കുന്ന പൂക്കളാണ്. ഇത് അടിപൊളിയായിട്ടല്ലേ. പിന്നെ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ. അതിൻ്റെ മുന്നിലുണ്ട് ഒരുപാട് പൂക്കൾ. ഈ പൂവിൻ്റെയൊക്കെ വലിപ്പം നോക്കി. പിന്നെ ഇവിടുത്തെ റോസയൊക്കെ ഓൾമോസ്റ്റ് ഒരു 10-20 വർഷത്തോളം പഴക്കമുണ്ട്. കാരണം ഇതിൻ്റെ ആ ബ്രാഞ്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പുറമേയുള്ള കാഴ്ചകളൊക്കെ ജസ്റ്റ് സിനിമാറ്റിക് ഷോട്ടായിട്ട് കാണിച്ചു തരാം. അതിന് മുന്നേ ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഒരു ടൈപ്പ് ഓഫ് സംഭവം വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കാണ്. ഒരു രക്ഷയില്ല. ഡൈനിങ് ഒക്കെ ഔട്ട്ഡോർ ആയിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഫുഡൊന്ന് ജസ്റ്റ് കഴിച്ചു. ഒരുപാട് ഐറ്റംസ്. എൻ്റെ ദൈവം, ഞാൻ ഞെട്ടി. എന്തോരം താന ഒറ്റയ്ക്ക് വന്നിട്ട് ഇതൊക്കെ കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ട് വരുവാണെങ്കിൽ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാം. ആൻഡ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഷാൻലിയാസൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. മിററും സംഭവങ്ങളും എല്ലാം. ഈ മിററൊക്കെ ഒരു പ്രത്യേക ഭംഗിയില്ലേ. ഹലോ, ഇതുപോലൊരു കോട്ടയാടുണ്ട്, ഒരു നടക്കാനുള്ളൊരു നടപ്പാത. അപ്പോൾ ആദ്യമേ തന്നെ ഇത് സിഗാർ ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിനകത്താണ് നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബുക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു TV, ഒരു കോമൺ ഏരിയ പോലെ സെറ്റ് ചെയ്തേക്കാണ്. അങ്ങനെ ഒരു ചെറിയ ലോഞ്ച്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പൗഡർ റൂം, ഒരു കോമൺ വാഷ്റൂമാണ്. അതും എന്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ലൊരു മണമുണ്ട് കേട്ടോ. പിന്നെ ഈ വാളൊക്കെ കണ്ടോ, അടിപൊളിയല്ലേ. പിന്നെ നമ്മൾ
വീണ്ടും നടക്കാം. വീണ്ടും നടന്ന് ഇവിടേക്ക് എത്തുമ്പോൾ ഇത് മഗ്നോളിയ സ്യൂട്ട് അർജൻറ്റൊന്നും അറിയില്ല. ഇത് വേറൊരു റൂമാണ്. ഇതിപ്പോൾ സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് വേറൊരു റൂമാണ്. ഇത് മഗ്നോളിയ സ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ടോട്ടലി 4 റൂംസാണ് ഈ ഒരു ബംഗ്ലാവിലുള്ളത്. ഓരോ റൂംസ് ഞാൻ കാണിക്കാം. ഇത് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു TV ഉണ്ട്, പിന്നെ ഒരു ചിമ്നി ഉണ്ട്, അത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ റൂം ഹീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ലൈറ്റ് ഉണ്ട്, മിററുണ്ട്, ഒരു കൗച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ കാണാൻ പറ്റും. ഇതാണ് ആ ബെഡ് സ്പേസ് വരുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു അടിപൊളി ഷാൻലിയർ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വാഷ്റൂം വരുന്നത് ഇതാണ്. വാഷ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാഷ്റൂമാണ്. കണ്ടില്ലേ, ഒരു ഭയങ്കര എസ്തെറ്റിക്കലി ഭയങ്കര നമ്മൾ ആ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ടച്ച് ചെയ്യുന്നതാണിത്. പിന്നെ നിങ്ങൾ ബ്രിട്ടീഷ് ബംഗ്ലാവിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, പുറത്തുനിന്നൊരു എൻട്രി ഇതുപോലെ ഉണ്ടാവും. പണ്ടത്തെ കാലത്ത് സെർവൻസ് ഒരിക്കലും റൂമിൻ്റെ ഉള്ളിൽ കൂടി വന്നിട്ട് വാഷ്റൂം ക്ലീൻ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണത്. പിന്നെ ബാത്ത് ഉണ്ട്, നമ്മുടെ റൂമിലുണ്ട് കേട്ടോ. നമ്മുടെ റൂം ഏതാണെന്നുള്ളത് ഞാൻ അവസാനം കാണിച്ചു തരാം. പിന്നെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ ഉണ്ട്. ബാത്ത് ടബ് സെറ്റല്ലേ, അടിപൊളിയല്ലേ. പിന്നെ കൊമോഡ്, പിന്നെ ഇവിടെ ഒരു ഷാൻലിയർ ഉണ്ട്. ഷാൻലിയറില്ലാത്ത പരിപാടി ഇല്ലെന്ന് പറയണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇറങ്ങിയാലോ. ഇതാണ് ഒരു റൂം കേട്ടോ. പിന്നെ ഉള്ളത് എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ ഇത് കാണാനായിട്ട്. ആ ഒരു ലൈറ്റിംഗ് സെറ്റാണ്. ഇതാണ് കോമൺ ഏരിയ. അടിപൊളിയല്ലേ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ടൊരു സ്പേസ് ഉണ്ട്. ഇവിടെയും 2 ഷാൻലിയേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു ചിമ്നി ഉണ്ട്, പക്ഷെ അത് യൂസ് ചെയ്യാറില്ല, ഞാൻ മുന്നേ പറഞ്ഞ പോലെ. പിന്നെ ഈ കൗച്ചൊക്കെ കാണാൻ അടിപൊളിയായിട്ടില്ലേ, ഭയങ്കര ഒരു ഈസ്തെറ്റിക് വ്യൂ സെറ്റല്ലേ. ഇവിടെ ഇതുപോലെ ഇതൊക്കെ കസ്റ്റമൈ ചെയ്തേക്കുന്ന കേട്ടോ, മെറ്റലാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോമൺ ഏരിയ. ഇവിടെയും ഇങ്ങനെ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെസ്സ് കളിക്കാനുള്ളൊരു ഏരിയ. ഇതൊക്കെ ഇങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ബംഗ്ലാവ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഇവിടെ ഒരു TV ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ചുറ്റും ഓടി നടക്കാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇതൊക്കെ ഈ ഫർണിച്ചറൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ ഒരു ഭയങ്കര യൂണിക് സ്റ്റൈലല്ലേ. നമുക്കിനി പുറത്ത് നോക്കാം. ഇവിടെ വരുന്നവർക്ക് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ പ്ലാന്റേഷൻ വാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവരുടെ തന്നെ ഒരു പ്രൈവറ്റ് വാട്ടർഫോൾസ് ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചേട്ടോ. അതുപോലെ തന്നെ അവിടെയും ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇതൊക്കെ ഞാനൊരു സിനിമാറ്റിക് ഷൂട്ട് ഇട്ട് കാണിച്ചു തരാം, അതേ നടക്കുള്ളൂ. കാരണം ഒരുപാട് സംഭവങ്ങൾ കാണിക്കാനുണ്ട്. ഈ ഒരു മരവും ഈ ഒരു ചെയറും സംഭവങ്ങളൊക്കെ നൈസായിട്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ ഈ സംഭവമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സായിപ്പന്മാരെ സമ്മതിച്ചേ പറ്റുള്ളൂ. ഇതൊക്കെ വെട്ടി നീറ്റാക്കി വെച്ചേക്കും കേട്ടോ, ഭയങ്കര രസമുണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഇതാട്ടോ എൻ്റെ റൂമെന്ന് പറയുന്നത്. ഈ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെയും ഒരു വലിയ മിററുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. TV ഉണ്ട്. ഇതൊന്നും ഞാൻ ഓണാക്കാറും കൂടിയില്ല. ഇതാണ് നമ്മുടെ ആ ഒരു ചിമ്നി, അത് ഇളക്കാനുള്ള സാധനങ്ങൾ. റൂം ഹീറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടേബിളുണ്ട്, ഡ്രസ്സിങ് ടേബിളാണ് ആക്ച്വലി. അവിടെ മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഇതുണ്ടല്ലേ പന്തം പോലത്തെ ലൈറ്റ്. പിന്നെ ഇത് വ്യൂ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വ്യൂ കാണാം. പിന്നെ വലിയൊരു ബെഡ് സ്പേസാണ്. പിന്നെ ഇവിടെ ഉണ്ട് ഒരു ഷാൻലിയർ. ആ ലൈറ്റ് ഭയങ്കര അടിപൊളിയായിട്ടില്ലേ. പിന്നെ ഇത്രയും വലിയൊരു ബെഡ് സ്പേസ് ഉണ്ട്. പിന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡ് ആട്ടോ. നല്ല കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആൻഡ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്. ഞാൻ എന്നോട് ഒറ്റയ്ക്കായിട്ട് മതിക്കുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാൾ പേപ്പേഴ്സാണ്. കണ്ടോ, ഇതൊരു പഴയ ഒരു പാലസ് ഫീൽ ചെയ്യുന്നില്ല നമുക്കൊരു ആ ഒരു ബ്രിട്ടീഷ് സംഭവം. നമ്മുടെ ഇയോബിൻ്റെ പുസ്തകം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ഉള്ള ബ്രിട്ടീഷ് ബംഗ്ലാവ്സ് എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെയും 2 ലാംപ്സ് വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ പില്ലോ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് ടേബിൾ സംഭവം. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാഷ്റൂമും വേറെ മൂളയിട്ടാണ്. ഇത് കണ്ടാ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു കലക്കൻ ബാത്ത് ഉണ്ട്, അർമാദിക്കണമല്ല. പിന്നെ ഒരു വാഷ് ബേസ് അവിടെ ഇതുപോലെ അതിനെ പറ്റിയൊരു മിറർ, കമോഡ്. അടിപൊളിയല്ലേ വാഷ്റൂം. എനിക്ക് ഇവിടുത്തെ തീം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ റെഡ് ആൻഡ് ബ്ലാക്ക് തീം ഈസ് നൈസ്.
ഉച്ചയ്ക്കത്തെ ഫുഡ് വന്നിട്ടുണ്ട്. സൂപ്പിൽ നിന്ന് തുടങ്ങാം, പക്ഷേ സൂപ്പിൽ നിന്ന് തുടങ്ങാനല്ല, ഇത്രയും സാധനമുണ്ട്. ഇത് ഫുള്ള് നമുക്ക് കഴിക്കാനുള്ള ഐറ്റംസാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ്. ഇത്ര ഐറ്റംസ് ഉണ്ടാവും. ഞാനപ്പോൾ ഒരൈറ്റം തുടങ്ങട്ടെ. ഇത് പാര മീനെന്ന് പറഞ്ഞ് ഡാമിൽ കാണുന്ന മീനാണ്. അതെ, വൈകുന്നേരമായി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമുക്ക് ചായയും സ്നാക്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് പക്കോടയാണ്, പിന്നെ ടീ റസ്ക് ഉണ്ട്, നമ്മുടെ ബ്രാഡി ബംഗ്ലാസിൻ്റെ ലോഗോ ഒക്കെ ഉള്ള കപ്പാട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, അടിപൊളി. ഒറ്റയ്ക്കാണെങ്കിലും സെറ്റാണ്. സബ്സ്ക്രൈബർ आपको अय्यो दे कौन सा भाषा है? है मेरा चैनल मैं सब्सक्राइब सब्सक्राइबर को किती. आपका नाम बताओ. चिन्मय. कोलकाता से. താങ്ക് യു. രാത്രിയിൽ ഒരു രക്ഷയില്ല. രാത്രിയിൽ ഫുഡാണത് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്തൊക്കെയാണെന്നുള്ളത് അവർ വന്നിട്ട് അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത്. എന്താണെങ്കിലും കൊള്ളാം. കുറേ സാലഡ്സ് ഉണ്ട്,